ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. മുൾമുനയിൽ നിൽക്കുന്ന മുന്നണിക്ക് നാളെയാണ് നിർണായക ദിനം. മുന്നണിയോ മുന്നണിയിലെ മറ്റു പാർട്ടികളോ എന്തിന് സ്വന്തം പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി അറിഞ്ഞോ എന്ന് പോലും ഉറപ്പില്ലാത്ത തീരുമാനത്തിന് 2 വർഷത്തെ സമ്പൂർണ്ണ നിരാസത്തിന് ശേഷം വിദ്യാഭ്യാസ മന്ത്രി മാത്രം കണ്ട തന്ത്രത്തിന് ഇടതുമുന്നണിയിലെ രണ്ടാമത്തെ വലിയ കക്ഷി തീരുമാനമെടുക്കുന്ന ദിവസമാണ് നാളെ. ആ തീരുമാനത്തിൽ കൂടെ നിന്നിരുന്നവരെ ഇരുട്ടിൽ നിർത്തിയതിന്റെ, മന്ത്രിസഭയിലെ 4 മന്ത്രിമാരെ അപമാനിതരാക്കിയതിന്റെ, ഇടത് നിലപാടിൽ വെള്ളം ചേർത്തതിന്റെ കരുത്തും ആഴവും ഉണ്ടാകുമോ എന്നാണ് കേരളം നോക്കിയിരിക്കുന്നത്. പദ്ധതിയിൽ പിൻവാങ്ങലല്ലാതെ മറ്റൊരു വഴിയുമില്ല എന്ന സംശയം ലവലേശമില്ലാതെ തെളിച്ചു പറയുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് നേതാക്കളെല്ലാം. പിൻവാങ്ങലിന്റെ സൂചനകളില്ല എന്ന് മാത്രമല്ല, CPIയെ അറിയിക്കാത്തതിനെ നിസ്സാരവൽക്കരിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി. നയത്തിൽ തീർക്കുമോ എന്നതാണ് ചോദ്യം. ഇടത് സഹയാത്രികൻ റിജി ലൂക്കോസ്, ലീഗിൽ നിന്നും അഡ്വക്കേറ്റ് ഷിബു മീരാൻ, BJPയിൽ നിന്നും P. ശ്യാംരാജ്, രാഷ്ട്രീയ നിരീക്ഷകൻ ജോർജ് പൊടിപ്പാറ എന്നിവരാണ് ചർച്ചയിൽ ഉള്ളത്. അത് ഞാൻ ജോർജ് പൊടിപ്പാറയിലേക്ക് പോവുകയാണ്. ശ്രീ ജോർജ് പൊടിപ്പാറ, നാളെ CPIയുടെ എക്സിക്യൂട്ടീവ് ചേരുകയാണ്. നാളെ രാവിലെയാണ് യോഗം. ഇന്നിപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കളോട് സംസാരിക്കുന്ന മാധ്യമപ്രവർത്തകരോടെല്ലാം അവർ പറയുന്നത് MOയിൽ നിന്ന് പിൻവാങ്ങുക എന്നതല്ലാതെ മറ്റൊരു വിട്ടുവീഴ്ചയും ഞങ്ങൾ നടത്തില്ല എന്നുള്ളതാണ്. അതുമാത്രമാണ് അന്തിമമായ തീരുമാനം എന്നുള്ളതാണ്. MOയിൽ നിന്ന് പിന്മാറുക, സംസ്ഥാനത്തിന് ഒപ്പിട്ട ശേഷം അത് പ്രായോഗികമായി സാധ്യമല്ല എന്നുള്ള കാര്യവും അറിയാമല്ലോ. അപ്പോൾ എന്താണ് നാളെ സംഭവിക്കുക? സത്യത്തിൽ ഈ കഴിഞ്ഞ 9.5 വർഷക്കാലത്തിനിടയിൽ അല്ലെങ്കിൽ 10 വർഷത്തിനിടയിൽ ഒരിക്കലും ഉണ്ടാകാത്ത രീതിയിലുള്ള വളരെ സങ്കീർണമായ ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയിലാണ് ഇടതുമുന്നണി എത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ പിണറായി സർക്കാർ എത്തിച്ചേർന്നിരിക്കുന്നത്. മുമ്പും CPI ചില കാര്യങ്ങളിലൊക്കെ ഈ പറഞ്ഞ CPM വിരുദ്ധ നിലപാടുകൾ എടുത്തിരുന്നെങ്കിലും ഇത്രത്തോളം കർക്കശമായി, ഇത്രത്തോളം ശക്തമായി, ഇത്രത്തോളം ഉള്ളിൽ തട്ടിയുള്ളൊരു പ്രതിഷേധം ഇതാദ്യമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇതവരെ അത്രത്തോളം വ്രണപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഇടതുമുന്നണിയിൽ CPM കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷി എന്ന് പറയുന്നത് CPI ആണ്. വലിയേട്ടൻ മനോഭാവം ഉണ്ട് എന്നൊക്കെ ആരോപണങ്ങൾ പറയുമെങ്കിലും അതൊക്കെ സഹിക്കാവുന്നൊരു ലിമിറ്റിലായിരുന്നു. പക്ഷേ ഇത് എന്ന് പറയുന്നത് ഈ PM ശ്രീ പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇത് 2 തവണ മന്ത്രിസഭയുടെ പരിഗണനയിൽ വന്ന ഘട്ടത്തിൽ CPM മന്ത്രിമാർ വളരെ ശക്തമായിട്ട് എതിർക്കുകയും, CPM മന്ത്രിമാർ മാത്രമല്ല ഘടകകക്ഷി മന്ത്രിമാരും CPMലുള്ള മന്ത്രിമാരടക്കം ഇത് കേരളത്തിന് ചേർന്നൊരു പരിപാടിയല്ല, നമുക്കതുകൊണ്ട് ഈ PM ശ്രീ പദ്ധതിയിൽ ഉൾപ്പെടേണ്ട, കുറച്ച് പണം കിട്ടും എന്നതുകൊണ്ട് മാത്രം നയങ്ങളിൽ ഇത്രത്തോളം വെള്ളം ചേർക്കാൻ പാടുണ്ടോ എന്നുള്ളൊരു ചോദ്യവും, ആ ചോദ്യത്തിൻ്റെ ഒരു പൊതു കൺസെൻസസിൻ്റെ ഭാഗമായിട്ട് ആ കാര്യം ചർച്ച ചെയ്യുകയോ അല്ലെങ്കിൽ തീരുമാനം എടുക്കുകയോ ചെയ്യാതെ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. ഇതിപ്പോൾ വീണ്ടും സംഭവിച്ചത്, അതായത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഡൽഹിക്ക് പോയപ്പോൾ അന്ന് പ്രധാനമന്ത്രിയെ കണ്ടിരുന്നു, ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ടിരുന്നു. കേരളം ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്നു, അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ സഹായം, അർഹമായ സഹായം അനുവദിക്കണം, അത് നിർബന്ധമായിട്ടും കേരളത്തിന് അർഹമായ സഹായം നിഷേധിക്കരുത് എന്ന രീതിയിൽ ആ ഒരു അഭ്യർത്ഥനയുമായിട്ടാണ് അദ്ദേഹം പ്രധാനമായിട്ട് പോയത്. വയനാട് പാക്കേജിൻ്റെ കാര്യം, അങ്ങനെയുള്ള പല വിഷയങ്ങളും. അതിനിടയിലാണ് ആ ഡൽഹി സന്ദർശനത്തിന് ശേഷമാണ് ഓൾ ഓഫ് എ സഡനായിട്ട് ഈ വാർത്ത വന്നത്, വിദ്യാഭ്യാസ വകുപ്പ് ഈ പറഞ്ഞ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കുന്നു. അത് വാസുകി എന്ന് പറയുന്ന വിദ്യാഭ്യാസ സെക്രട്ടറിയാണ് ഒപ്പുവെച്ചെങ്കിലും അതിൻ്റെ ഉത്തരവാദിത്വം സത്യം പറഞ്ഞാൽ അത് ഈ പറഞ്ഞ CPMലെ മന്ത്രിമാരോ CPMൻ്റെ ദേശീയ സെക്രട്ടറി ശ്രീ M.A. ബേബി പോലും അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. കേരളത്തിൽ CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും അറിഞ്ഞിട്ടില്ല. മന്ത്രിമാരെയും CPM മന്ത്രിമാരെ അടക്കം ഇരുട്ടിൽ നിർത്തി, മന്ത്രിസഭാ യോഗത്തെ ഇരുട്ടിൽ നിർത്തി, അതുപോലെ തന്നെ CPIയെയും അതുപോലെ മറ്റ് ഘടകകക്ഷികളെ എല്ലാം ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ തീരുമാനമനുസരിച്ച് വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ PM ശ്രീ കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തരം ഒരു ഘട്ടത്തിൽ ആത്മാഭിമാനമുള്ള ഒരു ഘടകകക്ഷി എന്നുള്ള നിലയ്ക്ക്, ഈ പറഞ്ഞ ഇടതുമുന്നണിയിലെ ഏറ്റവും രണ്ടാമത്തെ പ്രധാന കക്ഷി എന്നുള്ള നിലയ്ക്ക് CPI എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ, രാഷ്ട്രീയ പാർട്ടിക്ക് സഹിക്കാവുന്നതിലും പൊറുക്കാവുന്നതിലും അപ്പുറത്തായിരുന്നു ഈ വിഷയം. അതായത് ഇത്തരം സുപ്രധാനമായ നയപരമായൊരു തീരുമാനം എടുക്കുമ്പോൾ നാളിതുവരെ ഇടതുമുന്നണിക്ക് ഒരിക്കലും പൊരുത്തപ്പെടാൻ കഴിയില്ല, ഇടതുമുന്നണിക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന സംഘീവൽക്കരണം, കാവ്യവൽക്കരണം, വിദ്യാഭ്യാസ മേഖലയെ പൂർണ്ണമായും കൈയടക്കാനുള്ള BJPയുടെയും RSSൻ്റെയും അജണ്ടയുടെ ഭാഗമായി
കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന ഈ പദ്ധതി കേരളം പോലുള്ള പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒക്കെ ശക്തിയുള്ള അല്ലെങ്കിൽ ഒരു പുരോഗമന രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ഇത്തരം സംഖ്യവൽക്കരണത്തെയോ വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരണത്തെയോ അല്ലെങ്കിൽ BJPയുടെയും RSSന്റെയും ഈ അജണ്ടയെയോ അംഗീകരിക്കാൻ കഴിയില്ല എന്ന ഒരു നിലപാടാണ് നാളിതുവരെ എടുത്തിരുന്നത്. മാത്രമല്ല, ആ നിലപാടിന് ശക്തി പകരുന്ന രീതിയിൽ കേരളത്തിന് മുമ്പിൽ വേറെ ചില ഉദാഹരണങ്ങളുണ്ടായിരുന്നു. അതായത് ഈ വിഷയത്തിൽ അത് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേസിന് പോയി നിയമ നടപടി സ്വീകരിച്ച് അർഹമായ, അതായത് സുപ്രീം കോടതി വരെ പോയി അവിടുന്ന് തമിഴ്നാടിന് അർഹമായിട്ടുള്ള വിദ്യാഭ്യാസ പരിഷ്കരണത്തിന് അർഹമായൊരു പണം ഈ പറഞ്ഞ PM ശ്രീ പദ്ധതിയിൽ ചേർന്നില്ല എന്ന ഒറ്റ കാരണത്താൽ നിഷേധിക്കരുത് എന്ന് കോടതി ഉത്തരവിടുകയും ചെയ്തു. അപ്പോൾ പാതി വഴിയിൽ അല്ലെങ്കിൽ നിയമപരമായിട്ട് തമിഴ്നാടിന് വിജയത്തിലേക്ക് അടുക്കാൻ കഴിയുമെങ്കിൽ അതിനേക്കാൾ കുറേ കൂടി പുരോഗമനപരമായ ഒരു പക്ഷം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ എന്താ പറയുക പാർട്ടി അല്ലെങ്കിൽ രാഷ്ട്രീയ മുന്നണി എന്നുള്ള നിലയ്ക്ക് ഇടതുപക്ഷം ഇങ്ങനെ ഏകപക്ഷീയമായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ മുമ്പിൽ സറണ്ടർ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു നിലപാട് ഇടതുമുന്നണിയിൽ പൊതുവെയുണ്ട്. അല്ലെങ്കിൽ CPIയും CPMലെ ഒരു വലിയ വിഭാഗവും ആ രീതിയിലാണ് അതിനെ കണ്ടിരുന്നതും, ആ രീതിയിലാണ് അവരുടെ മനസ്സും. പക്ഷേ നിർഭാഗ്യവശാൽ പ്രധാനമന്ത്രിയെ കണ്ടതിന് ശേഷം ശ്രീ പിണറായി വിജയൻ ഒരു തീരുമാനമെടുക്കുന്നു. ആ തീരുമാനം വിദ്യാഭ്യാസ മന്ത്രി ശിരസാവഹിക്കുന്നു. അങ്ങനെ PM ശ്രീ കരാറിൽ ഒപ്പിടുന്നു. ആത്യന്തികമായിട്ട് ഇതിനകത്തുള്ള പ്രശ്നം എന്താ? ഈ പറഞ്ഞ പുതിയ ഈ വിദ്യാഭ്യാസ നയം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് കേന്ദ്രം ആവിഷ്കരിക്കുന്ന ആ ഒരു പ്രത്യേകതരം അല്ലെങ്കിൽ ദേശീയത, സങ്കുചിത ദേശീയതയിൽ ഊന്നിയ ഒരു വിദ്യാഭ്യാസ നയത്തിൻ്റെ ഒരു ദേശവ്യാപകമായ ആ ഒരു ആവിഷ്കാരത്തിൻ്റെ ഏറ്റവും ശക്തമായ രൂപമാണ് ഈ പറയുന്ന സാധനമൊക്കെ. NEP എന്ന് പറയുന്ന ആ സാധനം അത് കേരളത്തിൽ നടപ്പാക്കില്ല. വിദ്യാഭ്യാസം കൺകറൻറ്റ് ലിസ്റ്റിലാണ്. അതുകൊണ്ട് അതിനകത്ത് പറഞ്ഞിട്ടുള്ള സംഖ്യ ഡിമാൻഡ്സ് ഒന്നും അല്ലെങ്കിൽ ആ രീതിയിലുള്ള കരിക്കുലോ അതല്ലെങ്കിൽ പാഠ്യപദ്ധതിയോ മറ്റു കാര്യങ്ങളോ ഒന്നും കേരളത്തിൽ നടപ്പാക്കില്ല. നമുക്ക് മാറ്റം വേണം, നമുക്ക് പണം വേണം, വിദ്യാഭ്യാസ രംഗത്തെ പരിഷ്കാരങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഒരു വാദം പറയുമ്പോൾ എത്രത്തോളം നടപ്പാകും എന്നുള്ള ഒരു ചോദ്യമാണ്. അതെ, ഞാൻ അങ്ങിലേക്ക് വരാം. ശ്രീ റെജി ലൂക്കോസ്, അപ്പോൾ അതാണ് പ്രശ്നം. അതായത് ശരി, ശ്രീ റെജി ലൂക്കോസ്, ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ഒരു നിയമ പോരാട്ടം എന്തുകൊണ്ട് നടത്തുന്നില്ല എന്ന ചോദ്യം ഉയർന്നിരുന്നല്ലോ. നിയമ പോരാട്ടത്തിന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരോപിച്ചിരുന്നു. ഉദ്യോഗസ്ഥരെ അതിനായി ഡൽഹിയിലേക്ക് അയക്കുകയും ചെയ്തിരുന്നു അഡ്വക്കേറ്റ് ജനറലിന്റെ ഉപദേശപ്രകാരം. പക്ഷേ ചീഫ് സെക്രട്ടറി അവരെ തിരിച്ചു വിളിപ്പിച്ചു, നിയമയുദ്ധത്തിന് പോകണ്ട എന്ന് പറഞ്ഞ് തിരിച്ചു വിളിപ്പിച്ചു എന്നുള്ള വാർത്തയാണ് വരുന്നത്. ഇപ്പോൾ ഇന്നലത്തെ ശിവൻകുട്ടി ബിനോയ് വിശ്വം കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മണിക്കൂർ ഇത്രയായല്ലോ, ഒരു CPM നേതാക്കളും പാർട്ടി സെക്രട്ടറിയോ മറ്റ് നേതാക്കളോ ആരും തന്നെ ഇപ്പോൾ CPI നേതാക്കളെ ബന്ധപ്പെട്ടിട്ടില്ല എന്നാണ് വിവരം. മുഖ്യമന്ത്രി ഇന്ന് രാത്രി എത്തുമെന്ന് കേൾക്കുന്നു, ചിലപ്പോൾ നാളെ ആയിരിക്കുമെന്നും കേൾക്കുന്നുണ്ട്, അറിയില്ല. എന്തായാലും മുഖ്യമന്ത്രി ഇടപെട്ട് പരിഹരിക്കട്ടെ എന്നതിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? ഇനി മുഖ്യമന്ത്രി ഇടപെട്ടാൽ തന്നെ എങ്ങനെയാണ് പരിഹാരം എന്നുള്ളതാണ് അങ്ങേക്ക് അറിയാനാകുന്നത്. കാരണം MOയിൽ നിന്നും പിന്മാറാതെ മറ്റൊരു ഒത്തുതീർപ്പിനും ഞങ്ങൾ തയ്യാറല്ല എന്ന കർശനമായി തന്നെ ഇന്നും നിലപാടെടുക്കുന്നു CPI നേതാക്കൾ. അല്ല, ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ബഹുമാനപ്പെട്ട A രാജ, CPIയുടെ ദേശീയ സെക്രട്ടറി, ബഹുമാനപ്പെട്ട പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി MA ബേബിയായിട്ട് ക്ഷമിക്കണം, അദ്ദേഹം MA ബേബിയായിട്ട് കണ്ടതിന് ശേഷം മാധ്യമപ്രവർത്തകരോട് ഡൽഹി പറഞ്ഞൊരു വാചകമുണ്ട്. അദ്ദേഹം പറഞ്ഞത് കേരള ഘടകം ഇത് ചർച്ച ചെയ്ത് പരിഹരിക്കട്ടെന്നാണ് പറഞ്ഞത്. ഒരു കടുംപിടുത്തം അദ്ദേഹം പുറപ്പെടുവിച്ചില്ല. രണ്ടാമത്, ബഹുമാനപ്പെട്ട ബിനോയ് വിശ്വം ഇന്നലെ ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രി V ശിവൻകുട്ടി ആയിട്ട് കണ്ടതിന് ശേഷം 5 മണിക്ക് നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ ശിവൻകുട്ടിയുടെ പത്രസമ്മേളനം കണ്ടു, NEP കേരളത്തിൽ നടപ്പാക്കത്തില്ല, കേരള സർക്കാരിൻ്റെതായ നയങ്ങൾ മാത്രമേ നടപ്പാക്കത്തുള്ളൂ, ആ കാര്യത്തിൽ ഉറപ്പുണ്ട്, ഞങ്ങൾ ഉറപ്പ് തരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളതിൽ വിശ്വസിക്കുന്നു. തീരുമാനങ്ങൾ ഈ നാളെ തിങ്കളാഴ്ച നടക്കുന്ന ഞങ്ങളുടെ എക്സിക്യൂട്ടീവിൽ പറയാം. പക്ഷേ അദ്ദേഹത്തിന് ഞങ്ങൾ വിശ്വസിക്കുന്നു പറഞ്ഞതിൽ നിന്നും നിങ്ങൾ എന്താ വായിച്ചെടുക്കേണ്ടത്? അതിൻ്റെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനായിട്ടുള്ള ശക്തിയും ശേമുഷിയും ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ എല്ലാ കക്ഷികൾക്കും പരസ്പരമുണ്ട്. ഒരു തരത്തിലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഒപ്പിട്ടത് എല്ലാരും വിശ്വാസം എടുക്കാമെന്നുള്ള അത്രയും ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ എന്തിനു പോയി ഒളിച്ചു? ആരൊളിച്ചിട്ട് പോയി? വിദ്യാഭ്യാസ സെക്രട്ടറി വാസുകി ഇവിടുത്തെ ഒരു ഫ്ലൈറ്റിൽ അവിടെ കയറി ഇറങ്ങി
ശ്രീ റെജി ലൂക്കോസ്, ഉദ്യോഗസ്ഥ തലത്തിലെടുക്കുന്ന തീരുമാനമല്ലല്ലോ ഇത്, നയപരമായ തീരുമാനമല്ലേ? നയപരമായി മാറ്റിവെച്ച 2 ക്യാബിനറ്റ് യോഗങ്ങളിൽ നിന്ന് മാറ്റിവെച്ച വിഷയം, പിന്നീട് ചർച്ച ചെയ്യാമെന്ന് ഉറപ്പ് നൽകിയ വിഷയം, ഒറ്റയ്ക്കങ്ങ് തീരുമാനമെടുത്ത് അവിടെ പോയി ഒപ്പിടുന്നു. 16-ാം തീയതിയാണ് MOUയുടെ തീരുമാനം വരുന്നത്. എന്നിട്ട് 22-ാം തീയതി മന്ത്രിസഭാ യോഗത്തിൽ മന്ത്രി രാജൻ ഇത് ഒപ്പിടരുത് എന്ന് പറയുമ്പോൾ മിണ്ടാതിരിക്കുകയാണ് മുഖ്യമന്ത്രി. അപ്പോഴേക്കും അതിൽ തീരുമാനമായിരിക്കുന്നു, ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുന്നു സാങ്കേതികമായി. അപ്പോൾ അത് മിണ്ടാതിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇരുട്ടിൽ നിർത്തി എന്ന് ബിനോയ് വിശ്വം പറഞ്ഞതും ഇതൊരു സർക്കാരാണോ എന്ന് ചോദിച്ചതും അങ്ങ് കേട്ടിട്ടില്ലേ? അല്ല, അതിൽ കഠിനമായ ഭാഷകൾ ഇതിനു മുമ്പുള്ള പല CPIയുടെ സംസ്ഥാന സെക്രട്ടറിമാരും പിന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിൽ അത്തരം ചർച്ചകളിലൊക്കെ ഞാനും പങ്കെടുത്തിട്ടുള്ള ആളാണ്. ഇവിടുത്തെ വിഷയം എന്താണ്? ഇവിടെ ബഹുമാനപ്പെട്ട VD സതീശൻ എന്താ ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിച്ചെന്നുള്ളത് സ്മൃതിക്കറിയാമല്ലോ. കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള പണം മേടിച്ചെടുക്കണം, അതിനകത്ത് ഞങ്ങൾക്ക് എതിർപ്പില്ല എന്ന് പറഞ്ഞു. വേണുഗോപാൽ എതിർത്തു. ശശി തരൂർ ഇന്നലെ പ്രസ്ഥാനം വന്നിട്ടുണ്ട്. അതാണ് ഇറ്റ്സ് എ വണ്ടർഫുൾ പിന്നെ സ്റ്റേറ്റ്മെന്റ് തോന്നുന്നത്. അദ്ദേഹം പറഞ്ഞു ഈ പണം മേടിച്ചെടുക്കാതിരുന്നാൽ അത് ശുദ്ധ വീട്ടിത്തരായിരിക്കും എന്ന് പറഞ്ഞു. അത് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, കോൺഗ്രസ് ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളും ഇത് മേടിച്ചെടുത്തിട്ടുണ്ടല്ലോ. രാജസ്ഥാനിലല്ലേ ആദ്യം ഒപ്പിട്ടത്? അശോക് ഗെഹ്ലോട്ട് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഈ PM ശ്രീ പദ്ധതിയിൽ ആദ്യം ഒപ്പിട്ടത് അശോക് ഗെഹ്ലോട്ടിന്റെ മന്ത്രിസഭയല്ലായിരുന്നോ? നോക്കൂ, ഇത് നിങ്ങൾക്ക് പ്രതിപക്ഷത്തോട് ചോദിക്കാവുന്ന ചോദ്യമാണ് ശ്രീ റെജി ലൂക്കോസ്. NEP ദേശീയ വിദ്യാഭ്യാസ നയം RSS അജണ്ടയല്ല എന്ന നിലപാടിലേക്ക് നിങ്ങൾ എത്തിയോ എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെയാണല്ലോ ഇതുവരെയും പറഞ്ഞു വെച്ചിരുന്നത്. ഇതുവരെ കേരളത്തിൽ പറഞ്ഞിരുന്നത് അതാണ്. അപ്പോൾ അങ്ങനെയല്ല എന്ന ഒരു അഭിപ്രായത്തിലേക്ക് നിങ്ങൾ എത്തിയോ? അങ്ങനെയെങ്കിൽ അത് പറയൂ. അതൊരു നെഗറ്റീവ് നറേഷനാണ്. ഇന്നലെ മുതൽ ചില മാധ്യമങ്ങൾ നിങ്ങൾ ഉൾപ്പെടെയുള്ളവർ കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പറഞ്ഞത്. നിങ്ങൾ അതിന്റെ സൈറ്റ് മുഴുവൻ കയറി നോക്കേ. NEPയും PM ശ്രീയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് ഓരോരോ സംസ്ഥാനത്തിന്റെ ഡിസ്കഷനാണ്. പക്ഷേ ഈ പദ്ധതി പാർട്ടി കോൺഗ്രസിൽ പ്രമേയം പാസാക്കിയത്? അങ്ങനെയെങ്കിൽ എന്തിനാണ് നിങ്ങൾ സമരങ്ങൾ നടത്തിയത്? അപ്പോൾ അതൊക്കെ തെറ്റായി പോയെങ്കിൽ അത് പറയൂ. ഇപ്പോൾ സാഷ്ടാംഗം നമിക്കൂ, ഞങ്ങൾക്ക് പിഴവ് പറ്റി, BJP ആണ് ശരി, കേന്ദ്ര സർക്കാരാണ് ശരി, പറയൂ. ഞങ്ങൾ നടത്തിയ സമരം എന്താ? കാവ്യവൽക്കരിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ, കേരളത്തിലെ ഗവർണറുടെ നീക്കങ്ങൾ, വൈസ് ചാൻസലർമാരെ പിരിച്ചുവിട്ടുകൊണ്ട് കാവ്യ ഉടിപ്പിക്കാൻ, അത്തരം കാര്യങ്ങൾക്കെതിരെ അന്നും ഇന്നും നാളെയും സമരം ചെയ്യും ഇടതുപക്ഷം. ഒരു തർക്കവുമില്ല. 5000 കോടി രൂപ നഷ്ടപ്പെടുത്തി 40 ലക്ഷത്തോളം വരുന്ന കുട്ടികൾക്ക് ആവശ്യമായ കാര്യങ്ങൾ, 1,80,000 ഭിന്നശേഷി കുട്ടികളുടെ ആനുകൂല്യങ്ങൾ, 5,60,000 പട്ടികജാതിപ്പെട്ട കുട്ടികൾക്ക് വേണ്ട പാഠ്യോപകരണങ്ങൾ, മറ്റെല്ലാ കാര്യങ്ങളും വേണ്ടാന്ന് വെക്കുക എന്ന് പറഞ്ഞാൽ അത് ആധുനിക കേരളത്തിനോടും പാർട്ടി സിസ്റ്റത്തിനോടും ചെയ്യുന്ന വഞ്ചനയാണ്. നിങ്ങൾക്ക് ഈ വഞ്ചനാ ബോധ്യം വരുന്നതാണ് മനസ്സിലാക്കാനാകാത്തത്. നിങ്ങൾക്ക് ഇനി 6 മാസമല്ലേ ബാക്കിയുള്ളൂ. നിങ്ങളിവിടെ ഈ പദ്ധതി തുടങ്ങിയിട്ട് 3 വർഷം പാഴാക്കി കഴിഞ്ഞല്ലോ. ഇനി 2 വർഷം കൂടിയല്ലേ ബാക്കിയുള്ളൂ. 2027 വരെയാണ് പദ്ധതി. അതുവരെ നിങ്ങൾ രണ്ടാമത് തെരഞ്ഞെടുക്കപ്പെട്ടാൽ നിങ്ങൾ തന്നെ അത് തുടരും, അല്ലെങ്കിൽ അടുത്ത കൂട്ടർ ആരാണെന്ന് വെച്ചാൽ അത് തുടരേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ഏതായാലും സാങ്കേതികമായി ഇനി 6 മാസമേ ഉള്ളൂ. ഈ 6 മാസത്തിലേക്ക് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ വെപ്രാളം വന്നതെന്നാണ് മനസ്സിലാക്കാനാവാത്തത്. അല്ല, ആ ചോദ്യത്തിന് മറുപടി ബഹുമാനപ്പെട്ട V ശിവൻകുട്ടി പറഞ്ഞു. ഇവിടെ ഏതെങ്കിലും 3-4 വോട്ടിന് വേണ്ടിയിട്ടല്ല, കുട്ടികളുടെ നമ്മളിപ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ പുരോഗതിക്ക് വേണ്ടിയിട്ട് അവരുടെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രോജക്റ്റുകൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനാണ് ഈ ഗവൺമെന്റ് തയ്യാറാകുന്നത്. അത് കേരളത്തിലെ ജനങ്ങൾ ഉൾക്കൊള്ളും, ഒരു സംശയമില്ല. പിന്നെ കാവി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ടാണ് തമിഴ്നാട് ഇക്കാര്യത്തിൽ കോടതിയിൽ പോയി തീരുമാനം വരട്ടെ എന്ന് തീരുമാനിച്ചത്? ഇവിടെയും പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആദ്യം അങ്ങനെയാണ് തീരുമാനിച്ചത്, നിയമപരമായി നീങ്ങാമെന്ന്. അപ്പോൾ തിരിച്ചു വിളിപ്പിച്ചത് ആരാണ്? ആ മുകളിൽ നിന്നുള്ള കോൾ ആരുടേതായിരുന്നു എന്നാണ് അറിയേണ്ടത്. എങ്ങനെയാണ് അത് ചർച്ച ചെയ്ത് ഒപ്പിടാം എന്നുള്ള വിട്ടുവീഴ്ചയിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് പ്രധാനം. തീർച്ചയായിട്ടും ചോദ്യം നല്ല ചോദ്യമാണ്. തമിഴ്നാടിനെ സംബന്ധിച്ചോളം അവർ സുപ്രീം കോടതി ഇപ്പോൾ ഇതുവരെ തീരുമാനമായിട്ടില്ല. സുപ്രീം കോടതിയിൽ പോയി ഒരു കോടതി വ്യവഹാരം കഴിയുമ്പോഴത്തേക്കും എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് വിധി വരുന്നത്. ചൂരമല മുണ്ടക്കൈ ദുരന്തത്തെക്കുറിച്ചുള്ള ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനോട് ശക്തമായ രീതിയിൽ പറയുന്നുണ്ട്. പക്ഷെ എന്ത് വിട്ടുവീഴ്ചയാണ് കേന്ദ്ര സർക്കാർ ചെയ്തത്? കേരളത്തിന് വരിഞ്ഞു മുറുക്കുമല്ലേ? കേരളത്തിന് പദ്ധതി വിഹിതം 2.9 നിന്ന് 1.9 വെട്ടിക്കുറച്ചില്ലേ? 12% ഉണ്ടായിരുന്ന UPക്ക് 19% വർദ്ധിപ്പിച്ചില്ലേ? കിഫ്ബിയിൽ നിന്ന് കടമെടുക്കുന്നതിന് പോലും വിലക്കുകൾ ഏർപ്പെടുത്തിയിട്ടില്ലേ? അങ്ങനെ വരിഞ്ഞു മുറുക്കി നിൽക്കുമ്പോൾ ഒരു പ്രശ്നമില്ലാത്തൊരു ഫണ്ട് വാങ്ങിക്കാതെ കണ്ട് ഉട്ടോപ്പിൻ ന്യായം പറഞ്ഞുകൊണ്ട് ഗവൺമെന്റ് നിൽക്കാൻ പറ്റുമോ? അത് വരുന്ന തലമുറയ്ക്ക് വേണ്ട പഠന സഹായങ്ങളാണ് ചെയ്യുന്നത്. 1,10,00,000 രൂപയിൽ 40% മാത്രമേ ഈ സംസ്ഥാനം മുടക്കേണ്ടതായിട്ടുള്ളൂ. അപ്പൊ അതിനെതിരെ മുഖം തിരിക്കുന്നത് ഏറ്റവും വലിയ വിടുതലാന്ന് പറഞ്ഞ ആളാരാ?
കേരളം ബഹുമാനിക്കുന്ന ശശി തരൂരല്ലേ? ശരി, അതാണ്. നിങ്ങൾക്ക് ചില നേരത്ത് കേരളം ബഹുമാനിക്കും, ചില നേരത്ത് അങ്ങനെ അല്ലാതാകും. ഇപ്പോൾ ശരി, ശശി തരൂരിന്റെ വാക്കുകളാണ് പ്രധാനം. മാത്രമല്ല പ്രതിപക്ഷ നേതാവും പറഞ്ഞല്ലോ പണം വാങ്ങിയെടുക്കണം. അതാണ് നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട വാദമായി ചൂണ്ടിക്കാണിക്കുന്നത്. അഡ്വക്കേറ്റ് ഷിബു മീരാൻ, ഇപ്പോൾ NEP ആണ് ആത്യന്തികമായി ലക്ഷ്യമിടുന്നത്. അതിനു വേണ്ടിയാണ് ഈ PM ശ്രീ പദ്ധതി തന്നെ. ദേശീയ വിദ്യാഭ്യാസ നയം, എല്ലായിടത്തും ഒരേ രീതിയിലുള്ള വിദ്യാഭ്യാസം, അത് കേന്ദ്ര നയം അനുസരിച്ച് അതാണല്ലോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യം ഒപ്പിട്ടത് നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ തന്നെയല്ലേ? നിങ്ങളെന്ന് പറയുമ്പോൾ നിങ്ങളുടെ മുന്നണിയിൽപ്പെടുന്ന കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനം, പ്രത്യേകിച്ച് രാജസ്ഥാൻ്റെ കാര്യം എടുത്തു കാണിക്കുന്നുണ്ട് CPM നേതാക്കൾ. രാജസ്ഥാനിൽ ഒപ്പിട്ടതല്ലേ എന്നുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾ മറ്റൊരു വാദം പറയുന്നത് KC വേണുഗോപാലാണ് മറ്റൊരു വാദം പറഞ്ഞത്. അങ്ങനെ പറയുന്നതിൽ എന്തർത്ഥം എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നു. അതേസമയം പണം വാങ്ങിയെടുക്കുന്നതിൽ തെറ്റില്ല എന്ന് പറയുമ്പോൾ വെറുതെ പണം തരില്ലല്ലോ, ഉപാധികളുണ്ട്. ആ ഉപാധികൾ നമുക്ക് മാത്രമായി ഇല്ല എന്നിപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കും. ഇവിടെ കരിക്കുലത്തിൽ തൊഴില്ല, അത് നമ്മൾ നമ്മുടെ രീതിക്ക് നടത്തുമെന്ന്. അങ്ങനെയെങ്കിൽ അത് വേണ്ടേ? അങ്ങോട്ട് എന്തെങ്കിലും ഉപാധി വെച്ചിട്ടാണ് ഇത് കിട്ടിയെങ്കിൽ അത് എഴുതി കിട്ടണ്ടേ? അങ്ങനെ വല്ലതും അങ്ങ് കണ്ടതായി ഓർക്കുന്നുണ്ടോ? സ്മൃതി, നമ്മുടെ ഒക്കെ കയ്യിൽ ആ MOU ഉണ്ട്. ഇപ്പൊ ഇവിടെ പറഞ്ഞല്ലോ, ഈ പണം വാങ്ങുന്നതിന് NEP നടപ്പാക്കണ്ട എന്ന് ഇവർ ആവർത്തിച്ച് പറയുന്നുണ്ടല്ലോ. ഇതിൽ വളരെ കൃത്യമായി സ്റ്റേറ്റ്സ് UTs എന്ന് തുടങ്ങിയിട്ട് പറയുന്നു, വിൽ ഇംപ്ലിമെന്റ് ഓൾ ദ പ്രൊവിഷൻസ് ഓഫ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 in entirely within the entire states. As the main object of the scheme is to showcase the implementation of NEP. ഇത് വെച്ചിട്ട് റിപ്പോർട്ടർ TV തന്നെ ഇത് ചർച്ച ചെയ്തതാണ്. ഇതൊരു രേഖയാണ്. ഇതിന്റെ താഴെ വാസുകി IASന്റെ ഒപ്പുണ്ട്. അവർ സ്വന്തം നിലക്ക് പോയി ഒപ്പിട്ടു. അതിപ്പോൾ കൃത്യമാണ്. ഇത് നടപ്പാക്കുക എന്നതാണ്. NEP സംസ്ഥാനങ്ങളെ കൊണ്ട് നടപ്പാക്കിക്കുക എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് PM ശ്രീ സ്കൂൾ നടത്തുന്നത്. ഇനി അതിനകത്ത് അദ്ദേഹം കണ്ടസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനത് പിന്നെ താഴോട്ട് വായിക്കാം. ഇപ്പം ജനസാധനം ഇപ്പം അശോക് ഗെഹ്ലോട്ടിനെ കുറിച്ച് പറഞ്ഞു, ശശി തരൂരിനെ കുറിച്ച് പറഞ്ഞു. സ്മൃതി, കേരളം ഭരിക്കുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അശോക് ഗെഹ്ലോട്ടും ശശി തരൂരും പറയുന്നത് കേട്ടിട്ടല്ല പ്രവർത്തിക്കേണ്ടത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ ബോഡി ആ പാർട്ടിയുടെ പാർട്ടി കോൺഗ്രസ് ആണ്. ഏറ്റവും ഒടുവിൽ അത് നടന്നത് പിന്നെ ഈ കഴിഞ്ഞ ഫെബ്രുവരിയിലോ മറ്റോ മധുരയിലാണ്. ആ മധുര പാർട്ടി കോൺഗ്രസിൽ പോലും NEPക്കെതിരെ CPM ചർച്ച ചെയ്ത് അംഗീകരിച്ച രാഷ്ട്രീയ പ്രമേയമുണ്ട്. ഇപ്പൊ സ്മൃതി ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ, ഇത് CPI അറിഞ്ഞിട്ടുണ്ടോ, ഇടതുപക്ഷ മുന്നണി അറിഞ്ഞിട്ടുണ്ടോ? സ്മൃതി, ഞാൻ ചോദിക്കുകയാണ്, CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇത് അറിഞ്ഞിട്ടുണ്ടോ? അവരിത് ചർച്ച ചെയ്തിട്ടുണ്ടോ? CPMന്റെ കേന്ദ്ര കമ്മിറ്റിക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റ് നമ്മളിത് അമൗലികമായൊരു നയവ്യതിയാനത്തിലേക്ക് പോകാൻ പോകുന്നു, ഇന്ന ദിവസം ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് അതിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുത്തു എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ റിപ്പോർട്ട് ഒരു പാർട്ടി കോൺഗ്രസിന്റെ തീരുമാനത്തെ അട്ടിമറിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ ഇവർക്കാർക്കും അവകാശമില്ല. യഥാർത്ഥത്തിൽ CPI ഒക്കെ മാറ്റിവെക്കൂ. ഇത് ശരിക്കും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെങ്കിൽ പിണറായി വിജയൻ എന്ന കേരള മുഖ്യമന്ത്രിക്ക് കേരളത്തിലെ പാർട്ടി സെക്രട്ടറിയുടെ കാരണം കാട്ടിക്കൽ നോട്ടീസ് ഇതിനോടകം പോകണമായിരുന്നു. MA ബേബിയുടെ നോട്ടീസ് പോകണമായിരുന്നു. നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാണ് ഈ പാർട്ടിയുടെ പാർട്ടി കോൺഗ്രസ് ചർച്ച ചെയ്ത് അംഗീകരിച്ച ഒരു നിലപാട്, പാർട്ടി മുഖപത്രങ്ങൾ ആവർത്തിച്ച് ഉയർത്തിപ്പിടിച്ച ഒരു നിലപാട്, രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ പാർട്ടി ഉയർത്തിപ്പിടിക്കുന്ന ഒരു നിലപാട്, അടിസ്ഥാനപരമായി ഇന്ത്യയിലെ CPMന്റെ ഇടതുപക്ഷ സ്വഭാവത്തെ നിർണ്ണയിക്കുന്ന ഒരു നിലപാടിൽ നിങ്ങൾ ആരോട് ചോദിച്ചിട്ട് വെള്ളം ചേർത്തു, ഇതിന് മറുപടി വേണം എന്ന് പറയുമായിരുന്നു. പക്ഷെ ഇവിടെ പ്രശ്നം, ഇതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല, ഇതൊരു ഇടതു പാർട്ടിയല്ല, ഇത് പിണറായി വിജയൻ ഫാൻസ് അസോസിയേഷൻ എന്ന നിലവാരത്തിലേക്ക് തരംതാണു പോയത് കൊണ്ടാണ് സ്വന്തം പാർട്ടി സെക്രട്ടേറിയറ്റിനെ അറിയിക്കാതെ 6 പതിറ്റാണ്ടിൽ കൂടെ നിൽക്കുന്ന മറ്റൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അറിയിക്കാതെ ഇത്ര മൗലികമായ ഒരു നയവ്യതിയാനത്തിലേക്ക് ആരെയും ഭയക്കാതെ പിണറായി സർക്കാരിന് പോകാൻ വേണ്ടി കഴിയുന്നത്. ഇത് ചെറിയൊരു കാര്യമല്ല. ഇപ്പൊ ഈ ദേശാഭിമാനി തന്നെ 2 വർഷങ്ങൾക്ക് 3 വർഷങ്ങൾക്ക് മുൻപ് എഴുതിയ ഒരു ലേഖനം വായിച്ചാൽ പച്ചയായ സംഘപരിവാർ വൽക്കരണം ലക്ഷ്യം വെക്കുന്ന ഒന്നാണ്. ഇനി ഞാനൊരു ചോദ്യം, സ്മൃതി എന്നോട് ഉന്നയിച്ച ഒരു ചോദ്യം ഇവിടെ റെജി ലൂക്കോസും അത് ചൂണ്ടിക്കാണിച്ചു. എന്ന് വെച്ചാൽ സംസ്ഥാനത്തിന്റെ കരിക്കുലത്തിൽ കേന്ദ്രം ഇടപെടില്ല എന്നാണല്ലോ പറയുന്നത്. ഇതിനകത്തൊരു അപകടമുണ്ട് സ്മൃതി. നമ്മളിപ്പോൾ അടുത്ത വർഷത്തേക്കുള്ള പാഠപുസ്തകങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് ഞാൻ സമ്മതിക്കാം. പിന്നീട് നമ്മൾ പാഠപുസ്തകം തയ്യാറാക്കുമ്പോൾ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, NCERT അടക്കമുള്ള ഏജൻസികളുടെ ഒരു കത്തോ അല്ലെങ്കിൽ അവരുടെ ഒരു ഡിക്റ്റേഷനോ ഇങ്ങോട്ട് വരും. നിങ്ങൾ സംസ്ഥാനത്തെ പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുമ്പോൾ ഈ NEP മുന്നോട്ട് വെക്കുന്ന മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് അതിൻ്റെ ഒരു ഐഡിയോളജി ഉയർത്തിപ്പിടിക്കണമെന്ന് പ്പിച്ചുകൊണ്ട് പുസ്തകങ്ങൾ ഉണ്ടാക്കണം എന്ന് തീരുമാനിച്ചാൽ എതിർത്ത് നിൽക്കാനുള്ള നട്ടനുള്ളവർക്ക് കൂടെ ഒരു 1500 കോടിയും കൂടി ചേർത്താൽ, സുരേന്ദ്രൻ പറഞ്ഞത് അതിശയോക്തിയൊന്നുമല്ല, ഇവർ ഹെഡ് ഗവാറിനെ കുറിച്ചും പഠിപ്പിക്കും, ഇവർ ഗോൾവൽക്കറിനെ കുറിച്ച് പഠിപ്പിക്കും. RSS ചൂണ്ടിക്കാണിക്കുന്ന എന്തിനേയും അതേപടി അനുസരിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് കേരളത്തിലെ ഗവൺമെന്റ് പോയിരിക്കുന്നു എന്നതുകൊണ്ടാണ് ട്രപ്പീസ് കളിക്കാലപ്പൊരു നാണിക്കുന്ന മട്ടിൽ ഇവർക്കിപ്പോൾ ഈ മലക്കം മറിച്ചിൽ നടത്തിക്കൊണ്ടേയിരിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ രാജസ്ഥാനിലെ ഗവൺമെന്റ് എന്ത് ചെയ്തു എന്നത്
കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിനെ സംബന്ധിച്ച് പ്രസക്തമായ ഒരു കാര്യം, അല്ലെങ്കിൽ ഇവർ പറയട്ടെ രാജസ്ഥാനിൽ ഗെഹ്ലോട്ട് നടപ്പാക്കുന്നതും പിന്നെ കർണാടകയിലെ കോൺഗ്രസ് നടപ്പാക്കുന്നതും നടപ്പാക്കലാണ് ഞങ്ങളുടെ സ്വഭാവം, അതല്ലാത്ത ഇടതുപക്ഷ നിലപാടൊന്നും ഞങ്ങൾക്കില്ല. അല്ല, പക്ഷേ കാവ്യവൽക്കരണത്തെ എതിർക്കേണ്ടത് ഇടതുപക്ഷത്തിന്റെ മാത്രം ബാധ്യതയാണോ അഡ്വക്കേറ്റ് ഷിബു മീരാൻ? ഒരു നിലക്കും അങ്ങനെയല്ല സ്മൃതി. ഇപ്പൊ തൊട്ടടുത്ത കർണാടകയിൽ ഒരു ഉദാഹരണം, നമ്മൾ വെറുതെ ഏകപക്ഷീയമായി പറഞ്ഞു പോകരുത്. കർണാടകയിൽ ഇത് ഒപ്പുവെച്ചത് അന്ന് BJP ഗവൺമെന്റ് ഉള്ളപ്പോൾ BJP ഗവൺമെന്റ് ഒപ്പുവെക്കുക മാത്രമല്ല, അവർ പാഠപുസ്തകങ്ങൾ അടിമുടി വർഗീയവൽക്കരിച്ചു. അവിടെ കോൺഗ്രസ് ഗവൺമെന്റ് വന്നപ്പോൾ ഒരു പ്രത്യേക സമിതി ഉണ്ടാക്കി പൂർണ്ണമായും ആ ഹെഡ് ഗവാറിനെ കുറിച്ചുള്ള പാഠഭാഗം നീക്കം ചെയ്തു, സവർക്കറെ കുറിച്ചുള്ള പാഠഭാഗം നീക്കം ചെയ്തു, മറുഭാഗത്ത് സാവിത്രി ഭൂലിയെ കുറിച്ചുള്ളത് ഉൾപ്പെടുത്തി, അംബേദ്കറെ കുറിച്ചുള്ള കവിത ഉൾപ്പെടുത്തി. എന്ന് വെച്ചാൽ സമഗ്രമായൊരു മാറ്റം അവിടുത്തെ കരിക്കുലത്തിൽ അവിടുത്തെ കോൺഗ്രസ് ഗവൺമെന്റ് കർണാടകയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ നടക്കുന്നത് വെറുതെ തൊള്ളപടായിയാണ്, വായ്ത്താരിയാണ്, ഘട്ടം ഘട്ടമായി അവർക്ക് കീഴടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മറുഭാഗത്ത് ആ പാഠപുസ്തകങ്ങൾ മുഴുവൻ ശുദ്ധീകരിക്കുന്ന നിലയുണ്ടായി. ഇനി അവശേഷിച്ച 3 സംസ്ഥാനം, ഇപ്പൊ സ്റ്റാലിൻ സഖാവിനെ ഈ പാർട്ടി സമ്മേളനത്തിൽ, കഴിഞ്ഞ കണ്ണൂർ പാർട്ടി സമ്മേളനത്തിൽ അദ്ദേഹം വന്ന് പ്രസംഗിച്ചു പോയല്ലോ, മധുരയിലും അദ്ദേഹം അഭിവാദ്യം. ആ മനുഷ്യനെ ഒറ്റുകൊടുത്തുകൊണ്ടല്ലേ ഈ പിണറായി സഖാവ് ഈ തോന്നിയാസം അവര് ഫൈറ്റ് ചെയ്തല്ലോ. ഇവിടെ റോജി ലൂക്കോസ് പറയുന്നത് തെറ്റാണ്. കോടതിയിൽ പോയി റിസൾട്ട് ഉണ്ടായി, കോടതി വിധി പറയുന്നതിന് മുൻപ് അവർക്ക് കൊടുക്കേണ്ട 538 കോടി രൂപ കേന്ദ്ര ഗവൺമെന്റ് റിലീസ് ചെയ്തു. ഒറ്റക്കെട്ടായി പൊരുതുക എന്നല്ലാതെ ഇങ്ങനെ ഘട്ടം ഘട്ടമായി ഇവരാണല്ലോ ഈ പൂർണ്ണമായും കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള പൗരത്വ നിയമം അവിടെ പാസ്സാക്കിയപ്പോൾ അത് ഇവിടെ ഞാൻ നടപ്പാക്കില്ല എന്ന് വീമ്പ് പറഞ്ഞ മനുഷ്യനാണ് ഇപ്പൊ ഇത് ഒപ്പുവെച്ചിട്ട് എവിടെയോ പോയി ഒളിച്ചിരുന്ന് ഈ ശിവൻകുട്ടിയെ, ഈ ചീത്തയൊക്കെ കേൾക്കാൻ പറഞ്ഞയച്ചത് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ മൗലികമായ ഒരു നയവ്യതിയാനം, അടിസ്ഥാനപരമായി സംഘപരിവാറിന് കീഴടങ്ങുന്ന ഒരു നില കേരളത്തിലെ CPM സർക്കാർ സ്വീകരിച്ചിരിക്കുന്നു. അത് യാഥാർത്ഥ്യമാണ്. ഒരു കാര്യം കൂടി ഞാൻ പറയാം, ഈ SFI DYFIക്കാരോട് ഇന്നിപ്പോൾ ഒരാൾ പറഞ്ഞു നിങ്ങൾ ഇനി മേലിൽ മുണ്ട് മടക്കി മുത്തരുത്, അത് മുഴുവൻ CPM കാരോടുമാണ്. നിങ്ങൾ മുണ്ട് മടക്കി കുത്തിയാൽ നിങ്ങളുടെ കാവി കളസം നാട്ടുകാർ കാണും. എൻ്റെ മെക്കിട്ട് കയറണ്ട, ഇത് ഞാൻ പറഞ്ഞതല്ല. 6 പതിറ്റാണ്ട് മുൻപ് മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് ഇടതുപക്ഷ ഐക്യം ഉയർത്തിപ്പിടിക്കാൻ ആ കസേര വലിച്ചെറിഞ്ഞിട്ട് നിങ്ങളോടൊപ്പം നിലയുറപ്പിച്ച ഇന്ത്യയിലെ ഏറ്റവും വലിയ 2ാമത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായ CPIയുടെ ഒരു യുവജന നേതാവ് ഇന്ന് SFIക്കാരും DYFIക്കാരോടും പറഞ്ഞതാണ്. ഞാനത് കേരളത്തിലെ മുഴുവൻ CPMകാരോടും അവരുടെ സഹയാത്രികരോടും പറയുന്നു, നിങ്ങൾ ദയവ് ചെയ്തിന് മുണ്ട് മടക്കി കുത്തരുത്. നിങ്ങളുടെ ആ കാക്കി കളസം ഇപ്പോൾ നാട്ടുകാർ നല്ലപോലെ കാണുന്നുണ്ട് എന്നാണ്. സ്മൃതി. ശരി. പി ശ്യാമരാജ്, ഇപ്പോൾ സമ്മർദ്ദത്തിലൂടെ MOU ഒപ്പുവെപ്പിച്ചു എന്നുള്ളതാണ് BJPക്കെതിരായ പ്രധാനപ്പെട്ട ആരോപണമായി വരുന്നത്. ഇതിലിപ്പോൾ ABVP അഭിനന്ദിക്കുന്നു, BJP അഭിനന്ദിക്കുന്നു, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ അഭിനന്ദനം വരികയാണ് സംസ്ഥാന സർക്കാരിന്. അപ്പോൾ അപ്പുറത്ത് പ്രതിപക്ഷം പറയുന്ന ഒരു കാര്യം ഇവിടെ BJP CPM കൂട്ടുകെട്ടാണെന്നുള്ളതാണ്. ഇതിന് രണ്ടിനും അങ്ങേക്ക് മറുപടി നൽകാം. സ്മൃതി, തീർച്ചയായിട്ടും ഞാൻ ആ ചോദ്യത്തിൻ്റെ ഉത്തരം തരാം. പക്ഷെ അതിനു മുമ്പ് 1-2 കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞ് പോകേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ശ്രീ ജോർജ് പൊടിപാറയിൽ അദ്ദേഹം കുറച്ച് വാക്കുകളിലൂടെ പ്രയോഗിക്കുകയുണ്ടായി. സംഘീവൽക്കരണം, സങ്കുചിത ദേശീയത, NEP എന്ന സാധനം എന്നൊക്കെ പറയും. സാർ, നിങ്ങളത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. 1986 നമ്മളെ നാഷണൽ പോളിസി ഓഫ് എഡ്യൂക്കേഷൻ അത് കാലഘട്ടത്തിനനുസരിച്ചിട്ട് പരിഷ്കരിക്കണം എന്ന് ദേശീയ തലത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ആവശ്യപ്പെടുമ്പോൾ അതിൽ എന്ത് സംഖ്യവൽക്കരണം എന്നാണ് നിങ്ങൾ പറയുന്നത്? താങ്കൾ ആഗ്രഹിക്കുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു സിലബസ് തന്നെ ഇന്നും വിദ്യാർത്ഥികൾ പഠിക്കണം എന്നുള്ളതാണോ? ഈ കേരളത്തിലെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ വീടുകളിൽ കളർ TV പോയിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV പോയിട്ട് ഒരു മൊബൈൽ ഫോൺ പോലും ഇല്ലാതിരുന്ന കാലഘട്ടത്തിലെ സിലബസ് പഠിക്കണം എന്നാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ഇന്ന് നമ്മൾ സൈക്കിളുകൾ പോലും കോമൺ അല്ലായിരുന്ന ഒരു കാലഘട്ടത്തിലെ സിലബസ് മാറി ഇന്ന് ഇലക്ട്രിക് കാറുകൾ വരെ വരുന്ന ഒരു കാലഘട്ടത്തിലേക്ക് സിലബസ് മാറി പഠിക്കേണ്ട എന്നാണ് നിങ്ങൾ പറയുന്നത്. പറയട്ടെ ഏതാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചരിത്രം എന്താണ് സ്മൃതി? ചരിത്രം പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കണം. ഇന്ത്യയുടെ ചരിത്രം എന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ ചരിത്രം മാത്രമൊന്നുമല്ല, കേരളത്തിന്റെ ചരിത്രം എന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം മാത്രമൊന്നുമല്ല, ഈ രാജ്യത്തെ ഭരണാധികാരികൾ എന്ന് പറഞ്ഞാൽ മുഗളന്മാരുടെ ചരിത്രം മാത്രമൊന്നുമല്ല. അതെല്ലാം ഞങ്ങൾ പഠിപ്പിക്കും. അതിലൊക്കെ ഞങ്ങൾ പോളിസി ഉണ്ടാക്കുകയും ചെയ്യും. അത് വേണമെന്ന്. ഇവിടെ കോൺഗ്രസിന്റെ ചരിത്രം മാത്രം പഠിച്ചാൽ മതിയോ? എന്താണ്? കേട്ടില്ല. എവിടെ മുഗളന്മാരുടെ ചരിത്രം? കേട്ടില്ല. മുഗളന്മാരുടെ ചരിത്രം എവിടെ? മുഗളന്മാരുടെ ചരിത്രം പഠിക്കുന്നില്ല ഹിസ്റ്ററി ടെക്സ്റ്റിൽ. സ്മൃതി പഠിച്ചിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ആളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ദേശീയതയിൽ അധിഷ്ഠിതം മുഗളന്മാരുടെ
അല്ല, അങ്ങ് പഠിച്ചതല്ലോ ഇപ്പൊ പഠിപ്പിക്കുന്നത്. അധിഷ്ഠിതമായിട്ടുള്ള ഈ രാജ്യത്തിന്റെ യഥാർത്ഥ ചരിത്രം, ഈ രാജ്യത്തിന്റെ യഥാർത്ഥ ചരിത്രം പഠിക്കട്ടെ എന്ന്. അതിനെന്താ ഇത്ര പ്രശ്നമായിരിക്കും? ഇതുവരെ യഥാർത്ഥ ചരിത്രമല്ലേ പഠിപ്പിച്ചിരുന്നത്? അല്ല, ഇവിടെ യഥാർത്ഥ ചരിത്രമല്ലേ പഠിപ്പിച്ചിരുന്നത്? ഏതാണ് ഇതുവരെ പഠിപ്പിച്ചിരുന്നത്? യഥാർത്ഥ ചരിത്രമല്ലേ? ചോദിക്കാം. അത് ഞാൻ പറയാം. ഇപ്പൊ പറയാം ചോള ചരിത്ര പുസ്തകത്തിലൊക്കെ ഞാൻ പറയാം, ചോള സാമ്രാജ്യത്തെ കുറിച്ചിട്ട് നമ്മുടെ പുസ്തകങ്ങളിൽ എത്ര കണ്ടന്റ് ഉണ്ട്? ഈ രാജ്യത്തിൽ തന്നെ ഏകദേശം 1500 കൊല്ലത്തോളം നമ്മുടെ ഇപ്പോഴത്തെ ഈ തമിഴ്നാടും ശ്രീലങ്കയും മാലദ്വീപും അടക്കമുള്ള വലിയൊരു സ്വാധീന മേഖലയിൽ ഭരിച്ചിരുന്ന രാജരാജ ചോളൻ അടക്കമുള്ള ആളുകളെ കുറിച്ചിട്ട് നമ്മൾ എത്ര പഠിക്കുന്നുണ്ട്? തമിഴ് പാട്ടുകളിൽ കേൾക്കുന്നുണ്ട്, അതിനപ്പുറത്തേക്ക് ചരിത്രത്തിൽ പഠിക്കുന്നുണ്ടോ? അവിടെ അസാമിൽ ഭരിച്ചിരുന്ന 600 കൊല്ലത്തോളം ഭരിച്ചിരുന്ന അഹോം രാജവംശമുണ്ട്, അവരെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കുന്നുണ്ടോ? പഠിക്കുന്നില്ല. ഹിസ്റ്ററി അപൂർണമാണ്. ഇന്ത്യയിലെ സിലബസുകൾ അപൂർണമായിരുന്നു. അതിനെ കാലഘട്ടത്തിനനുസരിച്ച് യഥാർത്ഥ ചരിത്രം, മുഴുവൻ ചരിത്രവും പഠിക്കുവാൻ വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ സയൻസിന്റെ രീതിയിൽ, ടെക്നോളജിയുടെ രീതിയിൽ നൂതനമായിട്ടുള്ള മുഴുവൻ പാഠങ്ങളും പഠിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പോളിസിയാണ് ഉദ്ദേശിക്കുന്നത്. അത് ആരൊക്കെ എതിർത്താലും കൊണ്ടുവരിക തന്നെ ചെയ്യും, ഒരു സംശയം വേണ്ട. ഇവിടെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി പെട്ടെന്ന് അങ്ങോട്ട് തട്ട് പൊളിച്ചിട്ട് താഴേക്ക് വന്നിട്ട് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തൊന്നുമല്ല. ഈ എല്ലാ സംസ്ഥാനങ്ങൾക്കും അതിന്റെ ഡ്രാഫ്റ്റ് അയച്ചു കൊടുക്കുകയും ഏകദേശം 2.5 ലക്ഷത്തോളം അല്ല 5 ലക്ഷത്തോളം വരുന്ന അതിലേക്കുള്ള കൂടുതലായിട്ടുള്ള അഭിപ്രായങ്ങൾ വരികയും അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ടുള്ള കൂടിയാലോചനകൾക്ക് ശേഷം തന്നെയാണ് നാഷണൽ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി തയ്യാറാക്കിയിട്ടുള്ളത്. അടുത്തൊരു കാര്യത്തിലേക്ക് എനിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്, ഒന്ന്, ഈ NEP PM ശ്രീയുമായിട്ട് ബന്ധമില്ല എന്ന് ശ്രീ റിജി ലൂക്കോസ് പറയണ്ടേ? പച്ചക്കള്ളമാണ്. ഞാനത് പറഞ്ഞുതരാം. നിങ്ങൾക്ക് PM ശ്രീ സ്കൂൾസ് ഫ്രെയിംവർക്ക് ഓൺ സ്കൂൾ ട്രാൻസ്ഫോർമേഷൻ എന്ന് വെച്ചാൽ ഈ PM ശ്രീയുമായിട്ട് ബന്ധപ്പെട്ടുള്ള അതിവരുടെ ഫ്രെയിം വർക്ക് നിങ്ങൾക്ക് ഗൂഗിളിൽ വെറുതെ ഒന്ന് സെർച്ച് ചെയ്താൽ വേണ്ടി പറ്റും. അതിനകത്ത് 18ാമത്തെ പേജ് ഒന്ന് ഞാൻ വായിച്ചു തരാം. കരിക്കുലം ഇൻ PM ശ്രീ സ്കൂൾസ്, കരിക്കുലം ആസ് പെർ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ബേസ്ഡ് ഓൺ NEP എന്ന് പറഞ്ഞാൽ PM ശ്രീ സ്കൂളിലെ പാഠ്യപദ്ധതി എന്ന് പറയുന്നത് NEP-യെ ആധികാരികമാക്കി തന്നെയായിരിക്കും. അതിനകത്ത് യാതൊരു സംശയം വേണ്ട. നിങ്ങൾ എത്ര നുണ പറഞ്ഞാലും എത്ര മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചാലും ഇതിൽ നിന്നൊന്നും ഒരു മാറ്റം ഉണ്ടാകാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. അതാണ് എനിക്ക് ഈ PM ശ്രീയുമായിട്ടുള്ള റജി ലൂക്കോസ് പറഞ്ഞ കാര്യത്തിൽ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇവിടെ യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ നവോദയ സ്കൂളിന്റെ അല്ലെങ്കിൽ KVയുടെ ഒക്കെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. നവോദയ സ്കൂളിലും KV കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലോടുകൂടി പ്രവർത്തിക്കുന്ന സ്കൂളുകളാണ്. അവിടുത്തെ സിലബസ് എന്ന് പറയുന്നത് പണ്ട് തൊട്ടേ, അതായത് കോൺഗ്രസിന്റെ കാലഘട്ടം തൊട്ട് CBSE ആണ്. അപ്പോൾ കേന്ദ്ര സർക്കാർ പുതിയൊരു പദ്ധതി, ഒരു വിദ്യാഭ്യാസ നയം കൊണ്ടുവരുന്ന സമയത്ത്, പുതിയ സ്കൂളുകൾ കൊണ്ടുവരുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിനകത്ത് NEP ഉണ്ടാവുക തന്നെ ചെയ്യും. അതിനകത്ത് യാതൊരു സംശയവും വേണ്ട. പിന്നെ ഇവിടെ തടഞ്ഞു വെച്ചു, നിർബന്ധിച്ചു എന്നൊക്കെ പറയുന്നത്, ഞാൻ ചോദിക്കട്ടെ, അശോക് ഗെഹ്ലോട്ട് ഇവിടെ ഈ NEP കൊണ്ടുവന്ന ആദ്യത്തെ സമയത്ത് 1ാം പാദത്തിൽ ഏറ്റവും കൂടുതൽ NEPക്ക് സ്കൂളുകൾക്ക് പെർമിഷൻ കിട്ടിയിട്ടുള്ളത് അശോക് ഗെഹ്ലോട്ടിന്റെ കാലഘട്ടത്തിലാണ്. അവരതിനകത്ത് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അന്നത്തെ അശോക് ഗവൺമെന്റിന്റെ ഗെഹ്ലോട്ടിന്റെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നിട്ടുള്ള ആൾ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതിൽ അവർ കൃത്യമായിട്ട് പറയുന്നത്, അതായത് സന്തോഷത്തോടെ ഈ PM ശ്രീ പദ്ധതികൾ ഈ രാജ്യത്തെ, ഈ സംസ്ഥാനത്തെ അശോക് ഗെഹ്ലോട്ടിന്റെ വിദ്യാഭ്യാസത്തോടുള്ള അദ്ദേഹത്തിന്റെ മഹത്തരമായിട്ടുള്ള കാഴ്ചപ്പാടാണ് സൂചിപ്പിക്കുന്നതെന്ന്. മറുവശത്ത് കേരളത്തിലേക്ക് പോവാ. ഇവിടെ V ശിവൻകുട്ടി എന്താ പറഞ്ഞത്? NEPക്ക് എന്താ പ്രശ്നം? ഞങ്ങൾ മാത്രമല്ല ചോദിക്കുന്നത്, കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി ചോദിക്കുകയാണ് NEPക്ക് എന്താ പ്രശ്നം? അപ്പോൾ കോൺഗ്രസിന് NEPക്കാത്തത് പ്രശ്നമൊന്നുമില്ല, കമ്മ്യൂണിസ്റ്റുമായിട്ട് NEPക്കാത്ത പ്രശ്നമൊന്നുമില്ല. ഇവരുടെ പ്രശ്നം എന്ന് പറയുന്നത് രാഷ്ട്രീയമായിട്ട് BJP സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള എല്ലാത്തിനെയും എതിർക്കുക എന്നുള്ളതാണ്. അവരെതിർക്കട്ടെ, അവരെത്രമാത്രം എതിർക്കും നോക്കാം. ഇപ്പൊ MOU ഒപ്പിടേണ്ടി വന്നല്ലോ, ഒപ്പിട്ടല്ലോ അവസാനം. പറ്റത്തുമില്ലല്ലോ. ഏതാണ്? അല്ലല്ല, അങ്ങനെയില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ സർക്കാർ പറയുന്നുണ്ടോ? ഇവിടുത്തെ സംസ്ഥാന സർക്കാരിന് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ? ഉണ്ട്. മന്ത്രി ശിവൻകുട്ടി പറഞ്ഞല്ലോ, SSAക്കുള്ള ഫണ്ട് കിട്ടുന്നില്ല, PM ശ്രീ ഒപ്പിടാണ്ട് കിട്ടില്ല പറയുന്നുണ്ടല്ലോ. അങ്ങ് കേട്ടില്ലേ? അതിന്റെ കാരണം എന്താ? അതിന്റെ പ്രശ്നം എന്താ? അതിന്റെ പ്രശ്നം എന്താണ്? NEP പുതിയൊരു വിദ്യാഭ്യാസ നയം കൊണ്ടുവന്നു. പറയട്ടെ, പുതിയൊരു വിദ്യാഭ്യാസ നയം കൊണ്ടുവന്നു. സംസ്ഥാന സർക്കാർ എന്ത് വിധേനയും അതിനെ അംഗീകരിക്കുകയില്ല എന്ന് പറയുന്നു. വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ ഫിനാൻസും ആ വിദ്യാഭ്യാസ നയത്തിലൂടെയാണെന്ന് കൊടുക്കപ്പെടുന്നത്. അപ്പോൾ ഇവരതിൽ ഇത്ര കാലമായിട്ട് ഒപ്പുവയ്ക്കാതിരുന്നത് എന്താ? ഇപ്പൊ ആയുഷ്മാൻ ആരോഗ്യമന്ത്രിയുടെ വിഷയം എന്താണ്? ആയുഷ്മാൻ ആരോഗ്യമന്ത്രിന്റെ ആദ്യം എന്തൊക്കെയായിരുന്നു വീണ ജോർജ് പറഞ്ഞിരുന്നത്? ഞങ്ങൾ അനുവദിക്കില്ല, ഞങ്ങൾ ചെയ്യില്ല. എന്താണ് പ്രശ്നം? എന്താണ്? കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പോളിസിയാണ്. ആ പോളിസി കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് നടപ്പാക്കില്ല എന്ന് പറയുന്ന ഇവർക്ക് എന്ത് അധികാരമുള്ളത്? കേവലമായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള വിരോധം കൊണ്ട് ഇവിടെ കേരളത്തിലെ മാധ്യമങ്ങൾ, നിങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നതിനകത്ത് ഒരു വിഷയം പറയാം. ഇവിടെ ഞങ്ങൾ തടഞ്ഞു വെച്ചത് കൊണ്ടല്ല,
രാഷ്ട്രീയപരമായിട്ടുള്ള എതിർപ്പുകൾ കൊണ്ട് ഈ ഇടതുപക്ഷ സർക്കാർ ഇത്ര കാലം സാധാരണക്കാരായിട്ടുള്ള കുട്ടികൾക്ക് കിട്ടേണ്ട കോടിക്കണക്കിന് രൂപയുടെ MOU ഒപ്പിടാതിരിക്കുകയായിരുന്നു ചെയ്തത്. അല്ലെങ്കിൽ ഇന്നിപ്പോൾ ശിവൻകുട്ടിയുടെ അഭിപ്രായം മാറിയത് എങ്ങനെയാണ്? ഇന്നും ഇന്നലെയുമാണ് ശിവൻകുട്ടി പറയുന്നു NEP-ക്ക് എന്താ പ്രശ്നമെന്ന്. അപ്പോൾ NEP പ്രശ്നമൊന്നും ഇല്ലല്ലോ. അപ്പൊ ഇത്രയും കാലം ഒപ്പിടാതിരുന്നത് എന്താ? ഇത്രയും കാലം ഒപ്പിടാതിരുന്നത് രാഷ്ട്രീയപരമായിട്ടുള്ള എതിർപ്പാണ്. അത് ചോദിക്കുന്നതിനൊപ്പം തന്നെ ഒപ്പിടാനുള്ള ഭീഷണി ഉണ്ടായി എന്ന വാചകം കൂടി അദ്ദേഹത്തിൽ നിന്നുണ്ടായിട്ടുണ്ട്. ഒപ്പിടാതെ തരമില്ല എന്നുള്ള വാചകം കൂടി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇല്ലെങ്കിൽ ഫണ്ടില്ല, SSAക്ക് ഫണ്ടില്ല എന്നുള്ളത് ഇവിടുത്തെ യാഥാർത്ഥ്യമാണ്. നഷ്ടപ്പെട്ട കോടികളുടെ കണക്കൊക്കെ അദ്ദേഹം വിശദീകരിച്ചല്ലോ. അങ്ങേക്ക് ആവശ്യമുള്ളത് മാത്രമാണ് എടുക്കുക. ഓക്കെ, ഒരു സിമ്പിൾ ഒരു ചോദ്യം. ഓക്കെ, ആയിക്കോട്ടെ. ഒറ്റയ്ക്കൊരു ചോദ്യം. ഇപ്പോൾ നമ്മൾ ലൈഫ് മിഷന്റെ വീടുകൾ കിട്ടുന്നുണ്ടല്ലോ. ഇപ്പോൾ ഓരോ വ്യക്തികൾക്കും സാധാരണ പാവപ്പെട്ടവർക്ക് കിട്ടുന്നുണ്ട്. ലൈഫ് മിഷന്റെ വീടുകളിലെ പണം കിട്ടണമെങ്കിൽ എന്താ ചെയ്യണ്ടേ? അതിനകത്തൊരു രീതിയുണ്ട്. ലൈഫ് മിഷൻ വീടുകളിലെ മാതിരിയല്ല. വിദ്യാഭ്യാസം എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. വിദ്യാഭ്യാസം പ്രധാനമാണ്. മറ്റൊരു വിഷയമാണത് ശ്യാംരാജ്. അല്ലല്ല, മറ്റേത് വകുപ്പുകളെ മറ്റേത് വിഷയങ്ങളെ പോലെയല്ല വിദ്യാഭ്യാസം. ഏതൊരു സ്കീമിനും ഇത് സ്മൃതി പോയി ചായ കുടിച്ചോന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പോക്കറ്റിൽ നിന്ന് 10 രൂപ എടുത്തു തരുന്ന പോലല്ല. ഇത് സർക്കാരിന്റെ പണമാണ്, ജനങ്ങളുടെ പണമാണ്. ജനങ്ങളുടെ പണമാണ്, അത് നിങ്ങൾ മനസ്സിലാക്കണം. ജനങ്ങളുടെ പണമാണ്, അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ തീരുമാനിക്കുന്നതിനനുസരിച്ച് മാത്രം തരാനുള്ളതല്ലോ. ഇടതുപക്ഷ സർക്കാരാണെന്ന് മനസ്സിലാക്കാത്തത്. ഇവിടുത്തെ സാധാരണ കുട്ടികൾക്ക് വേണ്ട നിങ്ങളുടെ നിലപാടുകൾക്ക് കീഴടങ്ങുക എന്നുള്ളതല്ലല്ലോ സംസ്ഥാന സർക്കാരുകളുടെ തീരുമാനമാകേണ്ടത്. എല്ലാ കാര്യത്തിനും കേന്ദ്രത്തിന് കീഴടങ്ങുക എന്നുള്ളതല്ലോ. പിന്നെ എന്താണ് ഫെഡറൽ സംവിധാനം? എന്താണ് ഫെഡറൽ സംവിധാനം എന്ന് വെച്ചാൽ എന്താണ് ശ്യാംരാജ്? എന്തിനാണ് കേന്ദ്ര സർക്കാർ എണ്ണിച്ചുട്ടപ്പം പോലെ ഞങ്ങൾ തരും, അങ്ങനെ ഭിക്ഷ വാങ്ങിച്ചു പോകണം എന്നതല്ല കേന്ദ്ര സർക്കാരിന്റെ പണി. അങ്ങനെ ഒരു അധികാരവുമില്ല ഫെഡറൽ സംവിധാനത്തിൽ. അങ്ങനെയല്ല അധികാരം. അങ്ങനെയല്ലെന്ന് കേന്ദ്രത്തിൽ സർക്കാരിനെ ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് അധികാരത്തിലേറ്റി രാമജന്മഭൂമിയുടെ കാര്യത്തിലാണെങ്കിലും NEP-യുടെ കാര്യത്തിലാണെങ്കിലും ആവർത്തിക്കുമ്പോൾ എന്ന് പറഞ്ഞോ? എന്നാരാ പറഞ്ഞത്? ഓട് വിളിച്ചു വന്ന ആരെങ്കിലും പറഞ്ഞോ? ഞാൻ അതിലോട്ട് തന്നെ ഞാൻ വരാം. കേട്ടോ, ബാക്കികൾ കേട്ടോ. ഫ്രണ്ട് ലൈൻ കരിക്കുലം നീഡ്സ് ആൻഡ് after discussion with all stakeholders including state governments, ministries and relevant departments of central government. എന്ന് വെച്ചാൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ഉൾപ്പെടെയുള്ള ആളുകളോട് ഡിസ്കസ് ചെയ്തതിന് ശേഷമാണ് NEP നടപ്പാക്കുക, അല്ലാതെ അടിച്ചേൽപ്പിക്കുന്നതാണോ? അതായത് ഒരു സർക്കാർ ഉണ്ടായി ഈ കഴിഞ്ഞ വർഷങ്ങളിൽ കിട്ടാതിരുന്ന തുകയുടെ കണക്കടക്കം പറഞ്ഞുകൊണ്ടാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് ഇത് ഒപ്പിടുകയല്ല, തരമില്ല എന്ന്. പിന്നെയാണ് NEP ഒക്കെ ഗംഭീരമായത്. ആ തരത്തിൽ സർക്കാരുകളെ വരിഞ്ഞു മുറുക്കുകയാണ്. സ്മൃതി അതിലോട്ടാണ് ഞാൻ പോകുന്നത്. ഒറ്റയ്ക്കൊരു മിനിറ്റ് വരും. ഇതേ വാദമായിരുന്നു ഒരു വർഷം മുമ്പ് കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിന് ഫണ്ട് കിട്ടാനുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ കിടന്നിട്ട് ഈ ഇടതുപക്ഷം പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. എന്തായിരുന്നു? എന്നിട്ട് ഇവിടുത്തെ കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ ഒരു പ്രതിനിധി ഈ കോൺഗ്രസിൽ നിന്ന് മാർഗണ്ഡം ചാടിച്ച് കൊണ്ടുപോയിട്ട് ഒരാളെ ലക്ഷക്കണക്കിന് രൂപയും കൊടുത്തിട്ട് ശ്രീ KV തോമസിനെ ഡൽഹിയിൽ ഇരുത്തിയിട്ടുണ്ടല്ലോ. നിങ്ങളോടൊപ്പമുള്ള മാധ്യമങ്ങൾ ഉണ്ടായിരുന്നില്ലേ? ബഹുമാനപ്പെട്ട ശ്രീമതി നിർമ്മല സീതാരാമനെ ശ്രീ KV തോമസ് കാണാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ എന്താണ് മന്ത്രി ചോദിച്ചതെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താ? ചായക്ക് മധുരം പോരായിരുന്നു എന്ന് കേരളത്തിന്റെ പ്രതിനിധി അവിടെ പോയിട്ട് കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിനെ കണ്ടിട്ട് പറയാണ്. അതായത് ഇവർ ഈ കേരളത്തിൽ കിടന്ന് പറയുന്ന വരിഞ്ഞു മുറുക്കലും ഒന്നുമല്ല പ്രശ്നം. ഇവർക്ക് കൃത്യമായിട്ടുള്ള കണക്കുകൾ ബോധിപ്പിക്കാൻ വേണ്ടി പറ്റാത്തത് കൊണ്ടും പറ്റിക്കലാണ്. ആ കൂടിക്കാഴ്ചയുടെ ഉദ്ദേശം എന്താണ് എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അത് ഔദ്യോഗിക ചർച്ചയല്ലാത്ത രൂപത്തിലാണ് പറഞ്ഞത്. ഇപ്പോഴും ആ കൂടിക്കാഴ്ചയിൽ എന്താണ് ആവശ്യപ്പെട്ടെന്ന് അറിയില്ല. ഈ തരത്തിൽ അനൌദ്യോഗികമായ കൂടിക്കാഴ്ചകൾ അവിടെ നടക്കുന്നു, പിന്നെ ഇവിടെ ഒപ്പിടുന്നു. അതാണ് സംശയകരം. നിങ്ങൾ തമ്മിൽ ഒരു പുതിയ ബന്ധം ഉടലെടുത്തിട്ടുണ്ടോ എന്ന് പ്രതിപക്ഷം സംശയിക്കുന്നു. ഇവർ ഞങ്ങൾക്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അതെനിക്കറിയില്ല. അത് അടുത്ത വർഷത്തിന് പ്രതിനിധിയോട് ചോദിക്കുക. ഞാൻ ചോദിക്കട്ടെ, നിർമ്മലാ സീതാരാമൻ ഒരുപാട് പേര് ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. അതിനൊക്കെ ഉത്തരം കൊടുക്കലാണ് ഞങ്ങളുടെ പണി. ഇവിടെ നിന്ന് സംസ്ഥാനത്ത് നിന്ന് സർക്കാർ ശ്രീ KV തോമസിനെ പറഞ്ഞു വിട്ടപ്പോൾ പറഞ്ഞത് കേരളത്തിന് കിട്ടാനുള്ള പണത്തെ കുറിച്ചിട്ട് ഞങ്ങൾ ചോദിക്കുമെന്നാണ്. നിങ്ങൾ മാധ്യമങ്ങൾ അടക്കമുള്ളവരോട് അത് പറഞ്ഞിട്ടാണ് അദ്ദേഹം മുറിയിലേക്ക് പോയത്. തിരിച്ചു വന്നപ്പോൾ അതിന് ഉത്തരവില്ലാത്തത്. അദ്ദേഹം അകത്ത് പോകുമ്പോൾ ഒരു കാര്യം പറയുകയും തിരിച്ചു വരുമ്പോൾ ഉത്തരവില്ലാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്?
അതാണ് പറഞ്ഞത്. ഇവരുടെ കയ്യിൽ കൃത്യമായിട്ടുള്ള കണക്കില്ല. ഇവിടുത്തെ പ്രശ്നം എന്താണ്? NEP SSI ഒക്കെ ഒന്ന് തന്നെയാണ്. ഈ PM ശ്രീ MOU ഒപ്പിടാത്തത് കൊണ്ട്, ഈ സംസ്ഥാന സർക്കാർ ഒപ്പിടാത്തത് കൊണ്ട് കുറച്ച് ഫണ്ട് നമുക്ക് നഷ്ടപ്പെട്ടു. എന്താ ഒപ്പിട്ടാ എന്താ പ്രശ്നം? എന്തുകൊണ്ട് ഒപ്പിടുന്നില്ല? ഒരു കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയല്ലേ. ഇവിടെ ഈ നവോദയ വിദ്യാലയങ്ങളൊന്നും 1986 കോൺഗ്രസിന്റെ സർക്കാരിന്റെ കാലത്താണ് നവോദയ വിദ്യാലയങ്ങൾ വന്നത്. ഇന്നത്തെ തമിഴ്നാടും അന്നത്തെ തമിഴ്നാടും ഇന്നത്തെ PM ശ്രീ സ്കൂളിനെ എതിർക്കുന്നതും അന്നത്തെ നവോദയ വിദ്യാലയങ്ങളെ എതിർക്കുന്നതും ഒരേ കാരണം കൊണ്ടാ ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നു പറഞ്ഞിട്ട്. അപ്പൊ അതാണ് ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരിന്റെ നിലപാടെന്ന് പറയുന്നത്. ഒരു പുതിയൊരു സർക്കാർ വരുമ്പോ, പുതിയൊരു പോളിസി വരുമ്പോ അതിന്റെ ഗുണദോഷ ഫലങ്ങൾ മനസ്സിലാക്കി മറ്റു കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. അല്ല, ഞാൻ ശ്രീ റെജി ലൂക്കോസ് കേട്ടല്ലോ, BJP പ്രതിനിധി കൃത്യമായി പറയുന്നു NEP നടപ്പാക്കിയാണ് ആത്യന്തികമായ ലക്ഷ്യം. NEP ആ രൂപത്തിൽ നടപ്പാക്കില്ല എന്നൊക്കെ നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. PM ശ്രീ എന്നാൽ NEP നടപ്പാക്കൽ തന്നെയാണ്. NEP നടപ്പാക്കൽ എന്നാൽ ഇപ്പോൾ ഉള്ളതായിരിക്കില്ല അടുത്ത ഘട്ടത്തിൽ ചെയ്യുക. അടുത്ത ഘട്ടത്തിൽ പുതിയ കാര്യങ്ങളിലേക്ക് ചെല്ലും. സംസ്ഥാനങ്ങൾക്ക് അത് അനുസരിക്കാൻ ബാധ്യസ്ഥരാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറും. ഇത് നമുക്കറിയാവുന്നതാണ്. പല ഘട്ടങ്ങളിലും ഈ തരത്തിൽ ഈ രീതിയിൽ അതിൻ്റെ ചട്ടങ്ങൾ മാറ്റുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇപ്പോൾ അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞാലും അത് വിശ്വസിക്കാൻ കഴിയുന്ന കാര്യമല്ല. എങ്ങനെയാണോ അവർ പാഠ്യപദ്ധതിയിൽ ഉദ്ദേശിക്കുന്നത് അത് കൊണ്ടുവരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതാണല്ലോ നേരത്തെയും CPM പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല എന്ന് പറയുകയാണെങ്കിൽ അത് ജനത്തെ ബോധ്യപ്പെടുത്തണ്ടേ? എന്തിനൊപ്പിട്ടു എന്നുള്ളത് ജനത്തോട് പറയണ്ടേ? നിങ്ങൾ CPയോട് പറഞ്ഞിട്ടില്ല, CPMലെ തന്നെ മുതിർന്ന നേതാക്കൾ അറിഞ്ഞിട്ടില്ല, CPMലെ തന്നെ പല മന്ത്രിമാരും അറിഞ്ഞിട്ടില്ല. ഇത് ശിവൻകുട്ടി എന്നൊരാൾ മാത്രം ബലിയാടാവേണ്ട വിഷയമല്ല. ശിവൻകുട്ടിയാണോ യഥാർത്ഥത്തിൽ ഇതിൽ ചരട് വലിച്ചതെന്ന കാര്യം സംശയകരമാണ്. ആദ്യം BJPയുടെ പ്രിയപ്പെട്ട സുഹൃത്തിന് മറുപടി കൊടുക്കുക. ഇവർക്ക് ഇങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. NEP എന്ന് പറയുന്ന പദ്ധതി കാവ്യവൽക്കരിക്കാനാണെന്ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെ പോലും വക്രീകരിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കിയ സവർക്കറെ പറ്റിയൊക്കെ സ്വാതന്ത്ര്യ സമരം പ്രഖ്യാപിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ഗോഡ്സെ അല്ല മഹാത്മാഗാന്ധിയെ കൊന്നതെന്ന് ഗുജറാത്തിലെ പാഠപുസ്തകത്തിൽ എഴുതി വെച്ച്, ഇപ്പോൾ പുള്ളി തർക്കിക്കും, ഞാൻ വേണം അതിൻ്റെ കോപ്പി തരാം, എഴുതി വെച്ച് രാജ്യത്തിൻ്റെ ചരിത്രത്തെ പോലും പുതിയ തലമുറയുടെ അടുത്ത് ഇഞ്ചക്ട് ചെയ്ത് അതല്ല എന്നൊരു 10-40 വർഷം കഴിയുമ്പോൾ ഇന്ത്യ ചരിത്രം വേറെ രീതിയിൽ ഇന്ത്യൻ ജനത മനസ്സിലാക്കത്തക്ക രീതിയിൽ വക്രീകരിക്കാൻ ഇവർക്ക് മോഹമുണ്ട്. കേരളത്തിൽ നടക്കത്തില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ പറയാം. കേരളത്തിൽ തന്നെ ഒരു പാഠ്യപുസ്തകം തന്നെ അവതരിപ്പിച്ചിരിക്കുന്ന കേരള സർക്കാർ ഇന്ത്യൻ ചരിത്രത്തിനെ വക്രീകരിക്കുന്നതിനെതിരെ തന്നെ ഇന്ത്യയുടെ ഹിസ്റ്ററി തന്നെ എഴുതിക്കൊണ്ട് പാഠപുസ്തകം അവതരിപ്പിച്ചിരിക്കുന്നു കേരള സർക്കാർ. നിങ്ങളുടെ വേലത്തരങ്ങളൊന്നും നടക്കത്തില്ല. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനമല്ലോ ഒഡീഷ, അവിടെ എങ്ങനെയാണ് ഈ പദ്ധതി നടപ്പാക്കിയിരിക്കുന്നത്? ഒന്ന് പറയാമോ? നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനമാണ് ഒഡീഷ. അത് കോൺഗ്രസിൻ്റെ അല്ല ബിജു ജനതാദളിൻ്റെ ഇത് മേടിച്ചിട്ട് നിങ്ങൾ 1.5 വർഷമേ ഉള്ളൂ. നിങ്ങൾ എങ്ങനെയാണ് അത് ഒപ്പിട്ടിരിക്കുന്നത്? അതിൻ്റെ കോപ്പി എൻ്റെ കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ സംസ്ഥാന സർക്കാരിൻ്റെ വിദ്യാഭ്യാസ നയം അനുസരിച്ച് ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യുള്ളൂ. പക്ഷേ അവരത് ഇംപ്ലിമെൻ്റ് ചെയ്യുമായിരിക്കും. കാരണം നിങ്ങളുടെ RSSൻ്റെ BJPയുടെ ഒരു സർക്കാരാണ്, എഴുതി വെച്ചിട്ടുണ്ട് ആ സാധനം. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ആ വേലത്തിലൊന്നും കേരളത്തിൽ നടക്കത്തില്ല. പിന്നെ ഇവിടെ ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യം, CPMൻ്റെ മന്ത്രിമാർ അറിഞ്ഞില്ല എന്നുള്ളവരും കേരളത്തിലെ CPMൻ്റെ മന്ത്രിമാരും ഒന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ള രേഖ എവിടെ നിന്നാണ് കിട്ടിയിരിക്കുന്നത്? വിദ്യാഭ്യാസ മേഖലയിൽ അല്ല ഇത് കേൾക്കൂ, അല്ല ഒരു മറുപടി പറയേ. അല്ല ഞാൻ ഷിബു വരാൻ പറഞ്ഞൊരു പ്രത്യേക കാര്യത്തിന് മറുപടി പറഞ്ഞില്ല. ഈ ചർച്ച മുമ്പോട്ട് പോകുന്ന നടത്തില്ല. ഷിബു എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താ, അതേ ഇതിനെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞല്ലോ. വളഞ്ഞ വഴിയിലൂടെ ഹിന്ദുത്വ അജണ്ട കേരളത്തിൽ അടിച്ചേൽപ്പിക്കാനുണ്ട്, ഇടതുപക്ഷം ശ്രമിക്കുകയാണെന്നൊക്കെ അദ്ദേഹം പലതരത്തിൽ പറഞ്ഞു. അത് മുഖംമൂടി അണിഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി നമ്മുടെ മോഡിയെ കണ്ടതിന് പിറ്റേ ദിവസം ഒപ്പിടാനായിട്ട് വസുക വിട്ടതൊക്കെയുള്ള രീതിയിൽ പുള്ളി സംസാരിച്ചു. ഇന്ത്യയുടെ ചരിത്രത്തിൽ കഴിഞ്ഞ 6 വർഷത്തിനിടയ്ക്ക് 2 സംഭവങ്ങളിൽ മുസ്ലിം ലീഗ് മുട്ടിടിച്ചുകൊണ്ട് ഒളിച്ചോടിയ സംഭവമുണ്ട് BJPയെ സഹായിക്കാനായിട്ട്. ഒന്ന് ഇന്ത്യയുടെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്, രണ്ടാമതൊരു പാർലമെന്റ് നടന്ന 2 തെരഞ്ഞെടുപ്പിൽ ബിരിയാണി കഴിക്കാൻ പോയെന്ന് പറഞ്ഞുകൊണ്ട് ഫ്ലൈറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ BJPയെ സഹായിച്ചവരാ. നിങ്ങൾക്ക് ഞങ്ങളെക്കുറിച്ച് പറയാം. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷിബു മുരാൻ, ഞങ്ങൾ കാവിക്കൊടി പിടിക്കുന്നവരാന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളോട് എന്ത് മറുപടി പറയാനാ? ഇനിയും ഉദാഹരണങ്ങളുണ്ട്. നിങ്ങൾ BJP ആയിട്ട് അടുത്ത കാലത്ത് നടത്തിയ രഹസ്യ ചർച്ച അത് നടന്നിട്ടില്ല എന്ന് ചങ്കത്ത് കൈവച്ചുകൊണ്ട് ഷിബു മുരാന് പറയാൻ പറ്റുമോ? പറയിപ്പിക്കരുത് കാര്യങ്ങൾ. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനം നിങ്ങളുടെ അണികളോട് കാണിച്ച 2 വഞ്ചനയാണ് ഞാൻ ഈ പറഞ്ഞത്. എന്തുകൊണ്ടാ? പേടിച്ചിട്ടാ. നിങ്ങൾ ഭയന്നിട്ടാണ് നിങ്ങൾ ആ 2 പ്രാവശ്യവും ഒപ്പിടാതെ കണ്ട് അല്ലെങ്കിൽ വോട്ടെടുപ്പിൽ പങ്കെടുക്കാണ്ട് നിങ്ങൾ മുങ്ങിയത്. ഞാൻ ഏറെ ബഹുമാനിക്കുന്ന കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്ന് പറഞ്ഞ മറുപടി എന്താ? ഞങ്ങൾക്ക് ഫ്ലൈറ്റിന് സമയം ലേറ്റ് ആയി പോയെന്നു അറിയാൻ പാടില്ലായിരുന്നോ ഇവർക്ക് ടൈം? അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെക്കുറിച്ച് കാവി പുതയ്ക്കുന്നവരാന്നൊക്കെ പറഞ്ഞ് വിമർശിക്കുമ്പോൾ 4 വിരൽ നിങ്ങളുടെ നെഞ്ചത്തേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ആദ്യം മനസ്സിലാക്കുക. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, CPയെ കുറിച്ചാണ് ഈ ചർച്ച.
CPI നാളെ എന്നാണ് തിരയിളക്കം ഉണ്ടാവും, CPI എന്തോ പൊട്ടിത്തെറിക്കും, CPI മന്ത്രിമാരെ പിൻവലിക്കും, CPI മുന്നണി മാറുന്നൊക്കെ പറഞ്ഞ് കൊട്ടിഘോഷിക്കാൻ തുടങ്ങി 2 ദിവസമായിട്ടുണ്ട്. അതിന് ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിലേ പറഞ്ഞു. ബഹുമാനപ്പെട്ട ബിനോയ് വിശ്വം കൃത്യമായ മറുപടി പറഞ്ഞിരിക്കുന്നു. ഒന്നും സംഭവിക്കത്തില്ല. നാളെ നമ്മൾ ഈ ചർച്ച ഒന്നും സംഭവിക്കില്ല, വെറുതെ ഒരു യോഗം ചേർന്നു അങ്ങ് കേട്ടോ, നമ്മളാരും കേട്ടില്ല. അല്ല, അദ്ദേഹം പറഞ്ഞെന്താ അറിയോ? പറയാം, ഇതൊരു സർക്കാരാണോ, ഇതൊരു മുന്നണി മര്യാദയാണോ, ഞങ്ങളെ ഇരുട്ടിൽ നിർത്തുകയാണെന്ന്. അല്ല, അതൊക്കെ പറഞ്ഞു. അല്ലെന്നേ അത് എന്നെ പറയിപ്പിക്കൂ. പറയൂ. എന്റെ സുഹൃത്തായ ഞങ്ങളുടെ മന്ത്രിയായ വി ശിവൻകുട്ടിയുടെ പത്രസമ്മേളനം ഞാൻ കണ്ടു. ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, കാവ്യവൽക്കരണോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും NEP ഒന്നും ഇവിടെ നടപ്പാക്കിയില്ല. നോക്കൂ, അതൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ സ്മാരകത്തിലേക്ക് ശിവൻകുട്ടി പോയത്. വാർത്താ സമ്മേളനത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് വരൂ. ശിവൻകുട്ടി പോയില്ലോ, സ്മാരകത്തിലേക്ക് പോയില്ലേ? എന്നിട്ട് അവിടെ പോയിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തിയല്ലോ. 30 മിനിറ്റ് ഉണ്ടായിരുന്നു കൂടിക്കാഴ്ച. എന്തെങ്കിലും മിണ്ടിയോ അതിനുശേഷം ബിനോയ്? പറഞ്ഞോ എല്ലാം ശരിയാകും എന്ന് പറഞ്ഞിട്ട് ശിവൻകുട്ടി പോയി. അതിനുശേഷം എന്ത് സംഭവിച്ചു? അതിനുശേഷമാണല്ലോ പ്രകാശ് ബാബുവിന്റെ അടക്കം പ്രതികരണം വരുന്നത്. MA ബേബി കഴിവില്ലാത്ത ജനറൽ സെക്രട്ടറി എന്ന് വരെ പറഞ്ഞില്ലേ? അത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം. ഇതൊക്കെ രാഷ്ട്രീയ വിഷയത്തിൽ ഒരു പേഴ്സണൽ അഭിപ്രായമല്ല. ഇത് ഈ ഒരൊറ്റ വിഷയത്തിലാണ്. MA ബേബി ഒപ്പിട്ടത് അറിഞ്ഞോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം മിണ്ടിയില്ല. അദ്ദേഹത്തിന് മിണ്ടാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. നിസ്സഹായതയാണ്, മൊത്തം നിസ്സഹായതയാണ്. നിങ്ങൾക്കും നിസ്സഹായതയാണ്. നിങ്ങളിപ്പോൾ ലീഗിനെ ഭയക്കുന്നു എന്ന കാര്യത്തിൽ ലീഗ് മറുപടി പറയട്ടെ. നിങ്ങളിപ്പോൾ ഭയമല്ലാതെ നെഞ്ചു വിരിച്ചു പോയി ഒപ്പിട്ടതാണോ കണ്ടത്? അല്ല, ഞാൻ CPI കുറിച്ച് പറഞ്ഞാൽ കടന്നു പോകുന്ന ഒരു വാക്കിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ബിനോയ് വിശ്വം ഈ പറയുന്ന വി ശിവൻകുട്ടിയായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പത്രസമ്മേളനം നടത്തിയത്, അത് സ്മൃതി മറന്നുപോയോ? ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾക്ക് ബോധ്യമായെന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് എന്നാ? അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട രാജ പറഞ്ഞത്, ദേശീയ സെക്രട്ടറി പറഞ്ഞത്, അത് സംസ്ഥാന ഘടകം തീരുമാനിക്കട്ടെ എന്നുള്ളവരും. അപ്പൊ നാളെ വിഷയം അവരെ ബോധ്യപ്പെടുത്തണം. അവരുടെ ആശങ്കയ്ക്കൊക്കെ അടിസ്ഥാനമുണ്ട്, ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല, ന്യായമാണ്. അത് നാളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി രാത്രി വരും. നാളെ അത് അവർക്ക് നാളെ ബോധ്യമാകും. കാരണം അതുകൊണ്ടാണ് ഞാൻ ചോദിക്കട്ടെ ബഹുമാനപ്പെട്ട ഷിബു ബീരാന് നിങ്ങളുടെ നേതാവ് നിങ്ങളുടെ നയവ്യതിയാനം, രണ്ടാമത്തത് മുന്നണി മര്യാദ ലംഘിച്ചു. രണ്ടും ഇപ്പോൾ പിണറായി വിജയൻ വന്ന് ബിനോയ് വിശ്വത്തെ വിളിച്ചാൽ ക്ലിയർ ആവും അല്ലേ? അല്ല, ഞങ്ങളുടെ ഇടതുപക്ഷത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിൽ സ്വാതന്ത്ര്യമുണ്ട്. എല്ലാ ഘടകകക്ഷികൾക്കും അഭിപ്രായ വ്യത്യാസങ്ങൾ തുറന്നു പറയാനുള്ള അവസരമുണ്ട്. ഇവരെ പോലെ ഒളിച്ചിട്ട് പേടിച്ചിട്ട് VD സതീശനെ കാണുമ്പോൾ മുട്ടുപറിക്കുന്ന ഘടകകക്ഷികളൊന്നുമല്ല ഞങ്ങളുടെ കൺവീനറെ കാണുമ്പോൾ ഞങ്ങളുടെ ഘടകകക്ഷികൾ. അതൊന്നും നിങ്ങൾ പറയേണ്ട കാര്യമില്ല. അത് കൃത്യമായ രീതിയിൽ അവരുമായിട്ട് പറഞ്ഞ് സംസാരിച്ച് അവരെ ബോധ്യപ്പെടുത്തും. കേട്ടില്ല? പക്ഷെ ഒപ്പിടുമ്പോ പറയില്ല. അല്ല, ഒപ്പിടേണ്ട അനിവാര്യത എന്താണെന്നുള്ള അവരെ ബോധ്യപ്പെടുത്തും. അനിവാര്യത അവരെ ബോധ്യപ്പെടുത്തും. അതുകൊണ്ടാണല്ലോ ധാരണാപത്രമായ ശേഷം വിദ്യാഭ്യാസ വകുപ്പിൽ യാതൊരു നയവും മാറ്റമില്ലാതെ കൊണ്ട് ഇത്രയും കോടി രൂപ നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമാണ്. ഒരു ചരടുകളും ഇല്ലാത്ത പ്രത്യേക തരം ഒരു സ്കീമാണ് കേരളത്തിന് വേണ്ടി അല്ലേ? നോക്കൂ, ഈ NEP എത്ര മികവോടെ നടപ്പാക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. നോക്കൂ ശ്രീ റെജി ലൂക്കോസ്, NEP എത്ര മികവോടെ നടപ്പാക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് സ്കൂളുകളുടെ മൂല്യനിർണ്ണയം വരിക. അപ്പോൾ ഈ മികവ് എന്നത് അവരുടെ അടിസ്ഥാനത്തിൽ, അവരുടെ മാനദണ്ഡത്തിലാണ് ആ മികവ് നിശ്ചയിക്കുക. ആ മികവ് നിശ്ചയിക്കുമ്പോൾ എന്താകും ഇവിടുത്തെ സ്കൂളുകളുടെ സ്ഥിതി? ഞങ്ങളിവിടെ വേറെ ലൈനാണ് എന്ന് പറഞ്ഞാൽ അത് നടപ്പാവില്ലെന്നേ. അത് കരിക്കുലം ജസ്റ്റ് അതിന്റെ നോംസ് എന്താന്നുള്ളതൊന്ന് റീഡ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന കാര്യമുള്ളൂ. ഓരോ സംസ്ഥാനത്തിനും വിദ്യാഭ്യാസ നയത്തിൽ അതിൻ്റെതായ പവറുണ്ട്. അതാണ് ഫെഡറൽ സിസ്റ്റത്തിൽ നമ്മുടെ എന്നോർത്തോണ്ട് 100% ഒന്നും ഒരു സംസ്ഥാനത്തിനും സ്വതന്ത്രമായിട്ട് ഭരിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ ഒരു ഫെഡറൽ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന അല്ലെ പ്രവർത്തിക്കുന്ന ഒരു രാജ്യമാണ്. പക്ഷെ എനിക്ക് ഒരു കാര്യം പറയണം, ഈ കേൾക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാർ എന്റെ കടക്കൽ കത്തിവയ്ക്കുന്ന നടപടികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് 2020 തൊട്ട് നിങ്ങളുടെ നേതാക്കളൊക്കെ നടത്തിയ പ്രതികരണങ്ങൾ, ഫേസ്ബുക്ക് പോസ്റ്റുകൾ, എന്തിനാ മന്ത്രി മുഹമ്മദ് റിയാസ് തന്നെ എന്തുകൊണ്ട് ദേശീയ വിദ്യാഭ്യാസ നയത്തെ എതിർക്കണമെന്ന 15 പോയിന്റുകൾ ഇപ്പോഴത് കിടക്കുന്നുണ്ട് ഫേസ്ബുക്കിൽ, അങ്ങേക്ക് പോയി വായിക്കാം. അപ്പോൾ ആ കാരണങ്ങൾ ഒക്കെ ഇപ്പോൾ നിങ്ങൾ റദ്ദാക്കിയാണ്. NEP എന്നാൽ ഇവിടെ ഞങ്ങളുടെ രീതിയിൽ നടപ്പാക്കും, ഞങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, പ്രത്യേകതരം സംവിധാനം അല്ലേ?
അല്ല, അത് സംസാരത്തിന് സ്വാതന്ത്ര്യ. കേരളത്തിൽ ഇതിനെതിരെ പടം അപ്പൊ പിന്നെ എന്തിനായിരുന്നു ഈ പണം പൊരുതിയതെന്നേ? ഇവിടെ പ്രത്യേക സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ എന്തിനാണ് ഈ 3 കൊല്ലം പണം പൊരുതിയത്? എന്തിനാ ഈ കോടികൾ വേസ്റ്റ് ആക്കി? കോടികൾ എന്തിനാണ് വേസ്റ്റ് ആക്കിയത്? നമുക്ക് ശ്രീ ജോർജ് പൊടിപാറ, ആത്യന്തികമായി നാളെ എന്ത് സംഭവിക്കുമെന്നുള്ളതാണല്ലോ. CPIയെ സംബന്ധിച്ച് CPIയും ഒരു കുരുക്കിൽപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ കടുത്ത നിലപാട് പുറത്തേക്ക് പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ MOUയിൽ നിന്ന് പിന്മാറുകയല്ലാതെ മറ്റു വഴിയില്ല എന്ന് തന്നെയാണ് CPI നേതാക്കൾ ഈ നിമിഷം വരെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നാളെ അപ്പോൾ മറിച്ചൊരു തീരുമാനമെടുക്കാൻ സാധിക്കുമോ എന്നുള്ളൊരു കാര്യം. അങ്ങനെയെങ്കിൽ ആ പ്രതിഷേധം ഏത് സ്വഭാവത്തിലായിരിക്കും? മുന്നണി വിടുകയൊന്നുമില്ല, അക്കാര്യം ഉറപ്പാണ്. പക്ഷേ മുന്നണിയിൽ നിന്നുകൊണ്ട് എന്ത് പ്രതിഷേധത്തിനാണ് സാധ്യത? മന്ത്രിമാരെ പിൻവലിക്കുന്ന അടക്കമുള്ള വലിയ തീരുമാനത്തിലേക്ക് അവർ പോകുമോ? സ്മൃതി, അതിന് മുമ്പ് ഒരു കാര്യം മാത്രം ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതായത് എനിക്ക് തോന്നുന്നു റെജി ലൂക്കോസ് ഉത്തരം പറയാതിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഏറ്റവും ഒടുവിൽ നടന്ന മധുര പാർട്ടി കോൺഗ്രസ്സിൽ പോലും ഈ NEPക്കെതിരെ ശക്തമായ പ്രമേയമാണ് പാസ്സാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ അതിന് എതിരായ ഒരു നിലപാടാണ് എടുത്തത്. ഒരു പാർട്ടി കോൺഗ്രസ് കേവലം 6 7 അല്ലെങ്കിൽ ഒരു വർഷത്തിൽ താഴെ മുമ്പെടുത്തൊരു തീരുമാനത്തിന് വിരുദ്ധമായിട്ട് ഒരു സംസ്ഥാന പാർട്ടിക്ക് അല്ലെങ്കിൽ പാർട്ടി ഭരിക്കുന്ന ഒരു സർക്കാരിന് അവകാശമുണ്ടോ? അങ്ങനെയെങ്കിൽ പിന്നെ ഈ പാർട്ടി കോൺഗ്രസിൻ്റെ നയപരമായ തീരുമാനത്തിനൊക്കെ എന്താ പ്രസക്തി? അതേക്കുറിച്ച് റെജി ലൂക്കോസ് മിണ്ടിയില്ല. മാത്രമല്ല, റെജി ലൂക്കോസ് പറഞ്ഞ എന്താ, NEP വന്നാൽ കരിക്കുലത്തിൽ ഒരു മാറ്റം ഉണ്ടാവില്ല, ഞങ്ങൾക്ക് സൗകര്യമുള്ളതൊക്കെ പഠിപ്പിക്കുമെന്ന്. കൃത്യമായ ഉത്തരം BJPയുടെ ശ്യാംരാജ് പറഞ്ഞല്ലോ, കൃത്യമായ ഉത്തരം പറഞ്ഞു. പിന്നെ ശ്യാംരാജിൻ്റെ ചരിത്ര വ്യാഖ്യാനത്തെക്കുറിച്ച് ഞാൻ അതിന് മറുപടി പറയുന്നില്ല. അതിന് രാജ്യത്തെ ജനങ്ങൾക്കെല്ലാം അറിയാം. സൗകര്യമുള്ളതുപോലെ ചരിത്രത്തെ വക്രീകരിക്കുകയും ചരിത്രത്തെ തങ്ങൾക്ക് അനുകൂലമായിട്ട് വ്യാഖ്യാനിക്കുകയും അവതരിപ്പിക്കുകയും ആവിഷ്കരിക്കുകയും ചെയ്യുന്നുവെന്ന് ഇനി ജനത്തെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. അതെല്ലാവർക്കും കൃത്യമായിട്ട് അറിയാവുന്നതാണ്. എത്രയൊക്കെ വലിയ തത്വാവലോകനം നടത്തിയാലും ഈ BJPക്ക് ഒരു ലക്ഷ്യമുണ്ട്, RSSന് ഒരു ലക്ഷ്യമുണ്ട്, സംഘപരിവാറിന് ഒരു ലക്ഷ്യമുണ്ട്. അത് അവരുടേതായ ഒരു പ്രത്യേക അജണ്ടയിലൂടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നതാണല്ലോ ഒരു ഭാവി ഭാഗധേയം. അതായത് കോത്താരി കമ്മീഷൻ്റെ റിപ്പോർട്ടിലൊക്കെ പറഞ്ഞിരിക്കുന്ന പോലെ, നമ്മുടെ വിനോയ് വിശ്വം കോട്ട് ചെയ്തപോലെ, ഭാവി ഭാഗധേയം നിർണ്ണയിക്കുന്നത്, രാജ്യത്തിൻ്റെ ഭാവി ഭാഗധേയം നിർണ്ണയിക്കുന്നത് വിദ്യാഭ്യാസമാണ്. അപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് പിടിമുറുക്കിയാലേ തങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നയങ്ങളും ആ രീതിയിലുള്ളൊരു സമൂഹത്തെ വാർത്തെടുക്കാൻ പറ്റുള്ളൂ. അത് BJPക്ക് RSSൻ്റെ തിങ്ക് ടാങ്കിന് കൃത്യമായിട്ട് അറിയാം. പക്ഷേ CPMന് അതിന് മനസ്സിലാകഞ്ഞിട്ടല്ല, മനസ്സിലാകണ്ട എന്ന് വിചാരിച്ചുകൊണ്ടാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ സ്മൃതി, നാളെ ഒരുപക്ഷെ ഈ CPI സ്വയം ഒരു വല്ലാത്ത ഒരു പ്രശ്നത്തിൽ ചെന്ന് പെട്ടിരിക്കുകയാണ്. മുന്നോട്ട് പോകാനും കൊത്തിക്കൊണ്ട് പറക്കാനും വയ്യ, ഇട്ടിട്ട് ഓടാനും വയ്യാത്ത, പോകാനും വയ്യാത്ത ഒരു പരുവത്തിൽ സംഗതി എത്തി നിൽക്കുകയാണ്. മാനം രക്ഷിക്കാനെങ്കിലും CPIക്ക് നാളെ എന്തെങ്കിലും ശക്തമായൊരു നിലപാടെടുത്തേ പറ്റൂ. അല്ലെങ്കിൽ CPM അതിന് തക്കൊരു ഉറപ്പ് കൊടുക്കണം. തൽക്കാലം അങ്ങനെ ഒരു ഉറപ്പ് കിട്ടും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒരുപക്ഷെ നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്ന ശേഷം വിനയ് വിശ്വമായിട്ടും ഒപ്പിട്ട് കഴിഞ്ഞാൽ സംസ്ഥാനങ്ങൾക്ക് അങ്ങനെ പിന്മാറാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു ചർച്ച നടന്നേക്കാം. ഒരു പക്ഷെ അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചേക്കാം. അപ്പോൾ വിശാലമായ ഒരു വലിയ ദർശനം പറഞ്ഞുകൊണ്ട്, അതായത് ഈ ഇടതുമുന്നണി എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രതിഭാസമല്ല, അത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ദേശീയ തലത്തിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ മുന്നണിയാണ്. അതുകൊണ്ട് ഈ ഇടത് മുന്നണി എന്ന് പറയുന്ന ആ സംവിധാനത്തെ CPI ഈ ഒരൊറ്റ കാരണത്തിൻ്റെ പേരിൽ തകർക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത് കാലം ആവശ്യപ്പെടുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് മാത്രം ഞങ്ങൾക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല, ഞങ്ങൾക്കത് സഹിക്കാൻ പറ്റില്ല. ഇത്തരത്തിൽ ആവർത്തിച്ചാൽ ഒരു കാരണവശാൽ ഇടതുമുന്നണിയുമായിട്ട് ചേർന്ന് പോകാൻ പറ്റില്ല എന്നുള്ള പ്രഖ്യാപനങ്ങളൊക്കെ ഒരുപക്ഷെ നടത്തിക്കൊണ്ട് തൽക്കാലത്തേക്ക് വീണ്ടും ഇടതുപക്ഷം ഭരിക്കുന്ന ഏക സംസ്ഥാനമാണ്, ഇടത് നടപ്പാക്കേണ്ട ഏക സംസ്ഥാനമാണ്. ഇവിടെ നടപ്പാക്കാനായില്ലെങ്കിൽ പിന്നെ എങ്ങനെ ദേശീയ തലത്തിൽ ഇടത് പ്രതിരോധം എന്ന് പറഞ്ഞു നിൽക്കുമെന്നുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യം അതാണ് പ്രധാനപ്പെട്ട ചോദ്യമായ CPI ഉന്നയിക്കുന്നത്. ഞാൻ ഷിബു മിരാനിലേക്ക് പോകുന്നു. ഷിബു, ഇപ്പോൾ ലീഗിനെതിരെ ഉന്നയിച്ചിരിക്കുന്ന റെജി ലൂക്കോസ് ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി നൽകാം. അതല്ലാതെ ഈ വിഷയം എങ്ങനെ അവസാനിക്കുമെന്നാണ് ലീഗ് കരുതുന്നത്? സ്മൃതി, ഇപ്പോൾ ഇത് ഇടതുമുന്നണിയാണ് വമ്പിച്ച ചർച്ച നടക്കുന്നൊക്കെ അദ്ദേഹം ഇപ്പൊ കുറച്ചു മുമ്പ് ഈ ശിവൻകുട്ടി സഖാവ് പത്രങ്ങൾ കണ്ടപ്പോൾ പറഞ്ഞത് CPIയും ഞങ്ങളും സഹോദര പാർട്ടിയാണ്, അതുകൊണ്ട് എല്ലാ കാര്യങ്ങളൊന്നും സഹോദരനോട് പറയണ്ട എന്നാണ്. എല്ലാ കാര്യവും സഹോദരനോട് പറയണ്ട, പക്ഷെ അച്ഛനെ കൊന്ന ആളിന്റെ മകളെ കല്യാണം കഴിക്കുമ്പോൾ സഹോദരനോട് പറയണ്ട, എടാ അനിയ, നമ്മുടെ അച്ഛനെ കൊന്ന ആളാണെങ്കിലും ആ ആളിന്റെ മകൾ എനിക്ക് ഇഷ്ടമാണ്, അത് ഞാൻ കല്യാണം കഴിക്കാൻ പോകണം, നിനക്ക് അതിൽ പരാതി ഉണ്ടാവരുതെന്ന് പറയണ്ടേ.
ഈ CPI മന്ത്രിമാരല്ലേ, ഈ കെ രാജനല്ലേ കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ സഖാവ് ഇതിനകത്ത് എന്താ തീരുമാനം എന്ന് പിണറായി വിജയനോട് ചോദിച്ചാൽ വാ തുറന്നോ ഈ പറയുന്ന ധീരസഖാവ്? ഇവിടെ ജോർജ് പൊടിപ്പാറ പറഞ്ഞല്ലോ, മധുര പാർട്ടി കോൺഗ്രസ് നടന്ന് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് സ്മൃതി. ആ പാർട്ടി കോൺഗ്രസ് പ്രമേയം പാസ്സാക്കുന്നു. ഇന്ന് കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറി നിങ്ങളുടെ റിപ്പോർട്ടറോട് പറഞ്ഞില്ലേ, എന്താ പറഞ്ഞത്? 2024 തന്നെ ഈ PM ശ്രീയിൽ ചേരാനുള്ള സന്നദ്ധത കേരളം അണ്ടർടേക്കിംഗ് മുഖേന അറിയിച്ചിരുന്നു എന്നാണ്. എന്ന് വെച്ചാൽ മധുരയിൽ ഈ രാജ്യത്തെമ്പാടുള്ള പാവപ്പെട്ട പാർട്ടി സഖാക്കൾ അവിടുത്തെ ചൂടത്തിരുന്ന് ഈ NAPക്കെതിരെ ചർച്ച ചെയ്തിരുന്നുകൊണ്ടിരിക്കുന്നതിന് ഒരു കൊല്ലം മുൻപേ ഈ വർഗവഞ്ചകൻ സഖാവ് പിണറായി വിജയൻ ഇത് ഒപ്പിടാൻ തീരുമാനിച്ചിരിക്കുന്നു. ആ വർഗവഞ്ചനയെ കുറിച്ച് ചോദിക്കുമ്പോൾ, ഒന്നാം തരം കുലംകുത്തി തരത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ലീഗിന്റെ മെക്കിട്ട് കയറിയിട്ട് കാര്യമില്ല. ലീഗിന്റെ വിമാനം തെറ്റിയതാണല്ലോ നിങ്ങളെ പ്രശ്നം. ഇവിടെ കാത്തു കെട്ടിക്കിടന്ന് വിമാനം കയറി അമിത്ഷായുടെ പതുപതുത്ത മെത്തയിൽ പോയി വിനീത വിധേയനെ പോലെ ഇരുന്ന് അവിടുന്ന് ഇങ്ങോട്ട് കൽപ്പിച്ചതാകെ കേട്ട് വന്ന് സ്വന്തം പാർട്ടി ഒറ്റുകൊടുത്ത്, സ്വന്തം സഖ്യകക്ഷികൾ ഒട്ടുകൊടുത്ത്, LDFനെയും ഇടത് രാഷ്ട്രീയത്തെയും ഒട്ടുകൊടുത്ത് ചോരച്ചെങ്കൊടി ചുവപ്പിക്കാനും അത് ഉയരപ്പാറിക്കാനും ഈ രാജ്യത്തിന്റെ തെരുവുകളിൽ ഉയരക്കെ ഇൻകുലാബ് വിളിച്ചു നിൽക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന പാർട്ടി സഖാക്കളെ ഒറ്റുകൊടുത്ത് പുത്രസൗഖ്യം ഉറപ്പാക്കിയ വർഗവഞ്ചകനെ വറച്ചു പിടിക്കാൻ ലീഗിന്റെ മെക്കിട്ട് കയറിയിട്ട് റെജി ലൂക്കോസെ ഒരു കാര്യം ഉണ്ടാവില്ല. അക്ഷരാർത്ഥത്തിൽ താങ്കളടക്കം വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. ഇനി സ്മൃതി ചോദിച്ചതിന്റെ ക്ലൈമാക്സ് ആണ്, അത് തീരുമാനിക്കേണ്ടത് CPI ആണ്. എൻ്റെ ഓർമ്മയിലൊരു അനുഭവമുണ്ട്. ഞാൻ ഇടതുപക്ഷ രാഷ്ട്രീയം നന്നായി നിരീക്ഷിക്കുന്ന ഒരാളാണ്. പണ്ട് രാജ്യസഭാ സീറ്റിന്റെ ഒഴിവ് വന്നു. അന്ന് എറണാകുളത്തു നിന്നുള്ള സഖാവ് ചന്ദ്രൻപിള്ളയ്ക്കാണ് ആ സീറ്റ് എന്ന് പറഞ്ഞു. ചന്ദ്രൻപിള്ള കുപ്പായം ഇട്ട് നിന്നു. പക്ഷെ അന്ന് വെളിയം ഭാർഗവൻ എന്നൊരു പാർട്ടി സെക്രട്ടറി ഉണ്ടായിരുന്നു CPIക്ക്. അദ്ദേഹത്തെ കേരളം വിളിച്ചിരുന്നത് ആശാൻ എന്നാണ്. ആശാൻ മുണ്ടും മടക്കി കുത്തി ഒരു നിലപാടെടുത്തപ്പോൾ അന്ന് പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറിയാണ്. പുറകോട്ട് പോവേണ്ടി വന്നു, ചന്ദ്രൻപിള്ളയെ പിൻവലിക്കേണ്ടി വന്നു, അത് CPIക്ക് കൊടുക്കേണ്ടി വന്നു. സഖാവ് വെളിയൻ ആശാന്റെ, സഖാവ് ചന്ദ്രപ്പന്റെ ആ ഇടതുപക്ഷ മൂല്യബോധത്തിലുള്ള ആ ഒരു തണ്ടല്ലുറപ്പ് സഖാവ് ബിനോയ് വിശ്വത്തിനും ഇപ്പോഴത്തെ CPIക്കും ഉണ്ടെങ്കിൽ വലിയൊരു തിരുത്തൽ ശക്തിയായി തലയുയർത്തി നിൽക്കാൻ CPIക്ക് കഴിയും. പക്ഷെ വേറെയും കഥയുണ്ട്. CPIയുടെ കാര്യമല്ല, RSPയുടെ ഓർക്കുന്നില്ലേ, VP രാമകൃഷ്ണൻ മുമ്പ് പറഞ്ഞ കഥ. കൊല്ലത്ത് പ്രേമേന്ദ്രന് സീറ്റ് നിഷേധിച്ച സമയത്ത് മന്ത്രിയെ പിൻവലിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ മന്ത്രിയെ പിൻവലിക്കാൻ തീരുമാനമായി എന്ന് പറഞ്ഞു. അപ്പോൾ ആ രൂപത്തിൽ അത് അവസാനിക്കുമെന്ന് കൂടി സംശയമുണ്ട്. അതെ, ഒരൊറ്റ കാര്യം കൂടി, അതൊക്കെ അവരുടെ മുന്നണിയിലാണല്ലോ. ഞങ്ങൾ നല്ല പോലെ ഞങ്ങളുടെ അവകാശങ്ങൾ പറഞ്ഞ് നല്ല അന്തസ്സോടെയാണ് UDFിൽ നിൽക്കുന്നത്. ഇവിടെ സതീശനെ കണ്ടാലും മുട്ടിടിയില്ല, പിണറായിനെ കണ്ടാലും മുട്ടിടിയില്ല, അമിത്ഷായെ കണ്ടാലും മുട്ടിടിയില്ല. ഞങ്ങൾ ആഴ്ചയ്ക്ക് ബൊക്കെ കൊണ്ട് ഇവരെ ആരെയും കാണാൻ പോവാറില്ല. ശ്യാംരാജ്, ഇപ്പോൾ PM ശ്രീയിൽ ഒപ്പിട്ടില്ലെങ്കിൽ കടുത്ത നടപടി എന്ന കേന്ദ്രം ഭീഷണിപ്പെടുത്തിയെന്നൊരു വാചകം വാർത്താ സമ്മേളനത്തിൽ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങ് എത്ര നിഷേധിച്ചാലും ഫണ്ട് കിട്ടുന്നതിന് ഇപ്പോൾ ഉള്ള രീതി അത് സംസ്ഥാനങ്ങളെ കുഴക്കുന്നത് തന്നെയാണ്. ഇപ്പോൾ 2021 നിങ്ങൾ കൊണ്ടുവന്ന സിംഗിൾ നോഡൽ ഏജൻസി, ആ സംവിധാനത്തിലൂടെ ഇവിടുത്തെ സംവിധാനവുമായി അത് എന്താ പറയുക ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഫണ്ട് 60:40 എന്നുള്ളതാണല്ലോ. 60% സംസ്ഥാനം, 60% കേന്ദ്രം, 40% സംസ്ഥാനം. ഇപ്പോൾ അധ്യാപകന്റെ ശമ്പളത്തിന്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ ഈ 40% സംസ്ഥാനം ഇട്ടാലും 60% കേന്ദ്രം നൽകണമെങ്കിൽ ആദ്യം അത് ഇത് ചോദിക്കും, കേന്ദ്രത്തിന്റെ സോഫ്റ്റ്വെയർ ചോദിക്കും, PM ശ്രീ ഒപ്പിട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും, അതല്ല മറ്റ് കേന്ദ്ര നിബന്ധനകൾ പാലിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. പാലിച്ചിട്ടില്ലെങ്കിൽ ഈ 60% തരില്ല. ഇങ്ങനെ തരാത്ത 3 വർഷങ്ങളാണ് കടന്നു പോയിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങളുടെ ഒരു രീതിയാണ്. നിങ്ങളുടെ നിലപാടിനനുസരിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ, കേന്ദ്ര നിലപാടിനനുസരിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ ഫണ്ട് തരില്ല എന്നുള്ളതാണ് നിങ്ങളുടെ രീതി. അതൊരു ശരിയായ സമീപനമാണോ എന്നുള്ളതാണ് ചോദ്യം. സ്മൃതി, ഈ രാജ്യത്തെ ജനങ്ങൾ BJPയെ 3ാം വട്ടവും തിരഞ്ഞെടുത്തത് ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നൂതനമായിട്ടുള്ള പോളിസികളും സംവിധാനങ്ങളും എല്ലാം തയ്യാറാക്കാനാണ്. അതിനനുസരിച്ചിട്ടുള്ള ഈ നാട്ടിലെ സകല നിയമങ്ങളും ചട്ടങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാ പോളിസികളും തയ്യാറാക്കിയിട്ടുള്ളതും. ആ പോളിസി അംഗീകരിക്കുക എന്നുള്ളത് നമ്മുടെ ഫെഡറൽ സംവിധാനത്തിൽ സംസ്ഥാനങ്ങൾക്ക് ബാധകമായിട്ടുള്ളൊരു കാര്യമാണെന്നേ. അത് കോൺഗ്രസിന്റെ കാലഘട്ടത്തിൽ അങ്ങനെ തന്നെയായിരുന്നു നടന്നുകൊണ്ടിരുന്നത്, BJPയുടെ കാലഘട്ടത്തിൽ അങ്ങനെ നടക്കുന്നു. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും രീതിയിലുള്ള കോൺഗ്രസിന്റെ കാലത്ത് മുൻകാലങ്ങളിൽ അങ്ങനെ ആയിരുന്നല്ല. നിങ്ങൾ 2021 കൊണ്ടുവന്ന സംവിധാനമാണ് ശ്യാംരാജ്. 2021 നേരത്തെ SSA NHAM പദ്ധതികൾക്ക് കോടികൾ സംസ്ഥാനങ്ങൾക്ക് കിട്ടിയിരുന്നു. സംസ്ഥാനങ്ങൾക്ക് ഒരു സ്വയം ഭരണാവകാശം ഇക്കാര്യത്തിലുണ്ടായിരുന്നു സാമ്പത്തികമായി. അല്ല പറയുന്നത് NEPയുടെ കാര്യമൊന്നും അല്ല പറയുന്നതെന്ന്. ഇത് പുതിയ പോളിസിയല്ലേ, ഇതൊരു പുതിയ NEP എന്ന് പറയുന്ന പുതിയ പോളിസിയല്ലേ സ്മൃതി? ആ പോളിസി അംഗീകരിക്കേണ്ട ഞങ്ങൾ അംഗീകരിക്കില്ലെന്ന് എങ്ങനെ പറയാൻ പറ്റും? അതാണ് നിങ്ങൾ മനസ്സിലാക്കാതെ. അതെന്താ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ചോദിക്കാത്ത? എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല?
ഈ രാജ്യത്തെ 66 ഭരണ യൂണിറ്റുകളിലെ 33 ദേശീയ വിദ്യാഭ്യാസ നയം എല്ലാ സംസ്ഥാനങ്ങളും അംഗീകരിക്കണമെന്നില്ല. അത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് ശ്യാംരാജ്. സംസ്ഥാനങ്ങൾക്ക് തീരുമാനിക്കാം. കേന്ദ്ര സർക്കാർ ഒരു പോളിസി കൊണ്ടുവന്നിട്ട് എങ്ങനെ അംഗീകരിക്കില്ല എന്ന് പറയാൻ വേണ്ടി എന്ത് വർത്താനം പറയുന്നത്? അത് ശരി, അങ്ങനെയാണോ? കേരളം എന്ന് പറഞ്ഞ ഇന്ത്യയിലെ ഒരു നിങ്ങൾ കൊണ്ടുവരുന്ന എല്ലാത്തിനും അംഗീകരിക്കാനാണോ സംസ്ഥാനങ്ങൾ നിൽക്കുന്നത്? നിങ്ങളെ മാത്രമല്ല ജനം അധികാരത്തിൽ എത്തിച്ചത് സംസ്ഥാനങ്ങളെ കൂടിയാണ്. ഞങ്ങളൊന്നുമല്ല, കേന്ദ്ര സർക്കാരിനെ അംഗീകരിക്കണമെന്ന്. അതന്നെ പറഞ്ഞത് സംസ്ഥാനങ്ങൾക്കും സംസ്ഥാനങ്ങളുടേതായ അധികാരമുണ്ട് ശ്യാംരാജ്. അത് നിങ്ങൾക്ക് ഫെഡറൽ തത്വം എന്താണ് ഫെഡറൽ തത്വം? കേന്ദ്രത്തിനെ അനുസരിക്കാനാണോ? സംസ്ഥാന സർക്കാർ ഒരു പോളിസി കൊണ്ടുവരുന്നു, അതാത് ജില്ലകൾ തയ്യാറാക്കണ്ടേ? ജില്ലാ പഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളും ഗ്രാമപഞ്ചായത്തുകളും സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്ന പോളിസി അംഗീകരിക്കണ്ടേ? അത് നമ്മുടെ ഭരണ സംവിധാനമല്ല സ്മൃതി. എങ്ങനെ എത്ര ധാർഷ്ട്യത്തോടെയും അഹങ്കാരത്തോടെ കൂടിയിട്ടാണ് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ ഞങ്ങൾ നടപ്പാക്കൂല എന്ന്? ഇതെനിക്ക് മറ്റേ മഹേഷിന്റെ മറ്റേ പ്രതികാര സിനിമയിലെ എൽദോ ചായനോട് മെമ്പർ താഹിർ പറയുന്ന ഡയലോഗായി ഇപ്പോൾ ഓർമ്മ വരുന്നത്. ശ്രീ റെജി ലൂക്കോസ് ഇതിനാണ് വഴങ്ങിയിരിക്കുന്നത്. ഇതിന് വഴങ്ങിയിട്ടാണ് ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നത്. അവർക്കിനി അത് ഘോരം പറയാം. NEP അംഗീകരിച്ചേ പറ്റൂ. NEPക്ക് അനുസരിച്ച് ഞങ്ങൾ എന്ത് കൊണ്ടുവരുന്നു അത് അംഗീകരിച്ചു കൊള്ളണം സംസ്ഥാന സർക്കാർ. അല്ലാതെ സംസ്ഥാന സർക്കാരിന് പ്രത്യേകമായി ഇളവുകളില്ല. ശ്രീ റെജി ലൂക്കോസ് അങ്ങേക്ക് പറയാം. അത് അംഗീകരിക്കില്ലെന്ന് എങ്ങനെയാ പറയാ? ഇന്ത്യയുടെ ഭരണഘടന എന്ന് വായിച്ചാൽ മതി. ഒറ്റ കാര്യം പറയാം, മുൻ തമിഴ്നാട് ഗവർണർ അദ്ദേഹത്തിനെതിരെ 2 തവണ സുപ്രീം കോടതി വിധി പ്രഖ്യാപിച്ചത് ഇന്ത്യയുടെ ഗവർണർമാരുടെ അധികാരത്തെ കുറിച്ച്. അതിന് ആദ്യത്തെ വിധിക്ക് ശേഷം ബഹുമാനപ്പെട്ട അമിത്ഷാ എന്നാ പറഞ്ഞത്? അമിത്ഷാ പറഞ്ഞില്ല, കേന്ദ്ര സർക്കാരിന്റെ വിധേയരായിരിക്കുന്നവരാണ് ഗവർണർമാർ, അവർ പറയുന്നത് നടപ്പാക്കണമെന്ന് പറഞ്ഞു. സുപ്രീം കോടതി എന്താ പറഞ്ഞത്? അംബേദ്കർ എഴുതി വെച്ചിരിക്കുന്ന സുപ്രീം കോടതി വിധിച്ചു പരിമിതമായ അധികാരം മാത്രമുള്ളെന്ന് പറഞ്ഞു. 2 തവണ സുപ്രീം കോടതി വിധിച്ചു, 2023 2024. അപ്പൊ അതുകൊണ്ട് കേന്ദ്ര പദ്ധതികൾ മുഴുവനും നടപ്പാക്കിയിരിക്കുന്ന ബിജെപിയുടെ പ്രസ്താവന ഇന്ത്യയുടെ ഭരണഘടനയുടെ വെല്ലുവിളിയാണ്. അത് ഏത് നടപ്പാക്കണം വേണമെന്ന് തീരുമാനിക്കേണ്ടത് അതാത് സംസ്ഥാനങ്ങളാണ്. ഇവരുടെ മോഹം ഒന്നും കേരളം നടക്കാൻ പോകുന്നില്ല. ഈ പറയുന്ന ഈ പാലിക്കുന്ന പൊടിവാർ സാറിന്റെ പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് അത് ആദ്യം നിങ്ങൾ പിൻവലിക്കുക. നിങ്ങൾ കണക്ക് കാണിക്കോ? ഞാൻ സംസാരിക്കട്ടെ ശ്യാമേ, ബഹുമാനപ്പെട്ട ശ്യാമേ, ഞാൻ പൂർത്തീകരിക്കട്ടെ. നിങ്ങളുടെ ഒരു കാവ്യവൽക്കരണവും നിങ്ങളുടെ NEP എന്ന് പറഞ്ഞ പദ്ധതി അതേപടി കേരള സർക്കാർ അംഗീകരിക്കുന്നു പറയുന്നത് ഇന്ത്യയിലെ പദ്ധതികൾ എങ്ങനെ അംഗീകരിക്കുന്നുള്ളവരും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പൂർത്തീകരിക്കട്ടെ. നിങ്ങളെ അറിവില്ലായ്മയല്ല, നിങ്ങൾ അത് ഇടതുപക്ഷം ഭരിക്കുന്ന കാലത്ത് കേരളത്തിൽ നടക്കുന്നില്ല. ഇടതുപക്ഷം ഭരിക്കുമ്പോഴാണ് പോയി ഒപ്പിട്ട് വന്നിരിക്കുന്നത്. ശ്രീ റെജി ലൂക്കോസ്, ഞങ്ങൾ ഭാഗികമായി നടപ്പാക്കൂ എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ സാധ്യമല്ല. സ്കൂളുകളുടെ മൂല്യനിർണ്ണയം വരുമ്പോൾ എന്തൊക്കെ നടപ്പാക്കി എന്ന ചോദ്യം വരും. അത് എഴുതി കൊടുക്കേണ്ടി വരും. സ്മൃതി ഒറ്റയ്ക്കൊരു കാര്യം, നിങ്ങളൊന്നും മനസ്സിലാക്കണം, PM ശ്രീയും തമ്മിൽ ഡിഫറൻസ് ആണ്. അതാണ് ആദ്യത്തെ നിങ്ങൾ പഠിക്കേണ്ടത്. അത് ഒന്നാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ വക്രീകരണമാണ് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നത്. തെറ്റാണത്. അതാണ് ഞാൻ ഒഡീഷ ഉദാഹരണം പറഞ്ഞത്. ഞാൻ ഇവിടെ ഹിമാചൽ പ്രദേശിൽ നടപ്പാക്കിയില്ലേ? കോൺഗ്രസ് സർക്കാരില്ലേ നടപ്പാക്കിയത്? ഇന്ത്യയിൽ 2ാമത് നടപ്പാക്കിയ രാജസ്ഥാൻ സർക്കാരില്ലേ? ഛത്തീസ്ഗഡിൽ നിങ്ങൾ ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവിടെ ഒപ്പിട്ട് കൊടുത്തത്. ഇപ്പോൾ തെലങ്കാനയിൽ നിങ്ങൾ ഈ പറഞ്ഞ വിധേയത്വങ്ങളെല്ലാം നടത്തിക്കൊണ്ട് ഒപ്പിട്ട് കൊടുത്തില്ലേ? പൊടിവാർ സാറിന് പറയാൻ പറ്റുമോ അത് തെറ്റായി പോയെന്ന്? കേരളത്തിന്റെ സമന്വയരായ 2 കോൺഗ്രസ് നേതാക്കന്മാർ പ്രതിപക്ഷ നേതാവും അല്ല, ഞങ്ങൾ ഇവർ തമ്മിൽ ഒരുപാട് യാഥാർത്ഥ്യമല്ലേ സാറേ പറയുന്നേ? നിങ്ങൾ പിന്തുണയ്ക്കുന്ന പാർട്ടിയുടെ സംസ്ഥാനങ്ങൾ ഭരിക്കുന്നിടത്ത് ഇതിനെ ഒപ്പിട്ട് പൈസ മേടിച്ചു. പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഈ ക്യാഷ് വാങ്ങിക്കണം. നിങ്ങളുടെ പ്രമേയം, നിങ്ങളുടെ സമരങ്ങൾ, നിങ്ങൾ എഴുതിയ ലേഖനങ്ങൾ, ഇതിനൊക്കെ മറുപടി പറയൂ ശ്രീ റെജി ലൂക്കോസ്. എങ്ങനെയാണ് സാറേ നിങ്ങൾ വിമർശിക്കുന്നത്? റെജി ലൂക്കോസ്, നിങ്ങൾ എഴുതിയ ലേഖനങ്ങൾ, നിങ്ങളുടെ പാർട്ടി കോൺഗ്രസിലെ പ്രമേയം, നിങ്ങളെടുത്ത നിലപാട്, നിങ്ങളെടുത്ത സമരങ്ങൾ പറയൂ. ഇപ്പോൾ തെരുവിൽ ഇടത് വിദ്യാർത്ഥി സംഘടനകളാണ് ഇപ്പോൾ തെരുവിലുള്ളത്. SFI ആശങ്ക മാത്രം പറഞ്ഞു മാറി നിൽക്കുന്നു, ബാക്കിയെല്ലാം തെരുവിലാണ്. ഞങ്ങളുടെ പാർട്ടി കോൺഗ്രസിന്റെ പ്രഖ്യാപിത നയവും പാർട്ടി ഈ രാജ്യത്ത് പ്രവർത്തിച്ച കാലം മുതലുള്ള കാവ്യവൽക്കരണത്തിനെതിരെയുള്ള നയങ്ങളെല്ലാം ഒന്നു തന്നെയാ. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഞങ്ങളിപ്പോൾ വാങ്ങിക്കുന്ന പൈസ എന്ന് പറയുന്ന വിദ്യാർത്ഥികളെ അർഹതപ്പെട്ട
ഈ എന്താ പറയാ കേരളത്തിന് അപ്പൊ ഇത് ഒരു അതല്ല. ഫെഡറൽ സിസ്റ്റത്തിന്റെ മാന്യത പോലും ഒപ്പിട്ടിരിക്കുന്ന ഇത് കാണിക്കാതെ അതല്ല. കഴിഞ്ഞ 9 ശ്രീ ജോർജ് വർഷമായിട്ട് പൊടിപാറ. ജയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പൈസ വാങ്ങിയത് കാവ്യവൽക്കരണത്തിനല്ല, നിങ്ങളത് വക്രീകരിക്കുന്ന. അത് ഞാൻ ആദ്യം തുടക്കത്തിലേ പറഞ്ഞു. ശരി, ആ തുടക്കം വേണമെങ്കിൽ ഞാൻ അങ്ങോട്ട് അയച്ചു തരാം സ്മൃതിക്ക്. ഞാനും കുറച്ച് അങ്ങോട്ട് അയച്ചു തരാം. ശ്രീ അപ്പൊ ജോർജ് അതുകൊണ്ട് പൊടിപാറ. കോൺഗ്രസ് പൊടിപാർ സാറിന് ഇനിയെങ്കിലും എന്താ അർഹതയുണ്ട്? ഇവർക്ക് പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ആ കാര്യം അങ്ങോട്ട് പറഞ്ഞാ സ്മൃതി. ഇതൊക്കെ കേൾക്കേണ്ടി വരും ഇനി. ഇതൊക്കെ കേൾക്കേണ്ടി വരും ശ്രീ റെജി ലൂക്കോസ്. അതാണ് ചോദ്യം. ക്ഷമിക്കുക, സഹിക്കുക, വേറെ വഴിയില്ല. അവളെ പോലെ മസിൽ പിടിക്കുന്നത് എന്തിനാണ്? അതാണ് ചോദ്യം. എനിക്ക് മറ്റൊരു എല്ലാം കേൾക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. ഇനിയെങ്കിലും സത്യസന്ധത പുലർത്താം. ഇനിയെങ്കിലും സത്യസന്ധത പുലർത്താം. ദീപസ്തംഭം മഹാശ്ചര്യം ഞങ്ങൾക്കും കിട്ടണം പണം. അതാണ് ഞാൻ അതിനപ്പുറത്ത് വേറെ ഒന്നുമില്ല. നിങ്ങൾ ഇനിയെങ്കിലും ഈ ശരി, ഏതായാലും അത് തന്നെയാണ് പ്രശ്നം. ശരി, മുഖ്യമന്ത്രി അല്പസമയത്തിനകം എത്താൻ പോകുന്നു. എന്താണ് പരിഹാരം? CPI വഴങ്ങുമോ, CPI അനുനയിപ്പിക്കുമോ, അതോ വലിയ തീരുമാനങ്ങളിലേക്ക് നാളെ CPI പോകുമോ? അറിയാം, ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. വളരെ നന്ദി അഡ്വക്കേറ്റ് ഷിബു മീരാൻ, ശ്രീ റെജി ലൂക്കോസ്, ശ്രീ പി ശ്യാംരാജ്, ശ്രീ ജോർജ് പൊടിപാറ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.